കേരളത്തിലെ സുന്നി സംഘടനകൾ എല്ലാവർക്കും അറിയല്ലോ. 4 സുന്നി സംഘടനകളാണ് ഇവിടെയാണ്. ഒന്ന്, ആദ്യം രൂപീകരിക്കപ്പെട്ട ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സാങ്കേതികമായി ഇപ്പോൾ ഈക്ക സമസ്ത എന്ന് വിളിക്കപ്പെടുന്നത് ഈ സമസ്തയാണ്. മറ്റൊന്ന് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയാണ് പിന്നെ രൂപീകരിക്കപ്പെട്ടത്. പിന്നീട് രൂപീകരിക്കപ്പെട്ടത് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ, ഞങ്ങളുടെ മാതൃസംഘടന. വേറൊന്ന് നമ്മുടെ AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം അവർ നേതൃത്വം നൽകുന്ന അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്നോ അല്ലെങ്കിൽ സമസ്ത AP വിഭാഗം എന്നൊക്കെ പറയുന്നവരുടെ ജംഇയ്യത്തുൽ ഉലമ. ഇങ്ങനെ 4 എണ്ണാണല്ലോ ഇവിടെ ജംഇയ്യത്തുൽ ഉലമ. ഇതിൽ APക്കാരുടെ കയ്യിലാണല്ലോ ഇപ്പോൾ നമ്മളെ പ്രശ്നത്തിലിരിക്കുന്ന വിഷയമുള്ളത്. അതുകൊണ്ട് അവരിതിൽ ഇടപെട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമായും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ഈ സെക്കൻഡ് വരെയും ഇടപെട്ടിട്ടില്ല. 2 സംഘടനകളും ഈ വിഷയത്തിൽ ഇടപെടേണ്ടതില്ലാത്തത് കൊണ്ട് തന്നെ നിൽക്കുകയാണ്. മറ്റൊരു സംഘം ഇവിടെ ഇടപെട്ടത് ആദ്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇടപെട്ടില്ലെങ്കിലും കീഴ്ഘടകമായ SKSSFന്റെ മുന്നോട്ടുള്ള ആവേശവും അവരുടെ നിർബന്ധവും സമ്മർദ്ദവും കൊണ്ടാകാം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇടപെട്ട്. അങ്ങനെ ഇടപെട്ടപ്പോൾ പിന്നെ നേർക്കുനേരെ വന്നത് ആരാ? ഒരു ഭാഗത്ത് EK സമസ്തക്കാർ, മറുഭാഗത്ത് AP സമസ്തക്കാർ. EK AP തർക്കപ്പോടെ പുതിയതൊന്നും അല്ലല്ലോ. ആർക്കപ്പത് കേൾക്കണ്ടേ? EK AP തർക്കം. EK AP തർക്കം എന്ന് പറയുന്നതിന് ദശകങ്ങളുടെ പഴക്കമുണ്ട്. ദശകങ്ങളായി നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇത് സുപരിചിതമാണ്. അപ്പൊ ആ തർക്കങ്ങളിൽ സാധാരണ അവർ നടത്താറുള്ള മാർഗങ്ങളൊക്കെ കുറച്ചുകൂടി സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ആ വർദ്ധിത സൗകര്യത്തോടുകൂടെ ഈ 2 വിഭാഗം ഉപയോഗപ്പെടുത്തി. കോമാളി പരിപാടികൾ, ക്ലിപ്പിങ്ങുകൾ വെച്ചിട്ട് ആവശ്യമുള്ള ഭാഗം ഏതെങ്കിലും ഒരു പ്രാസംഗികന്റെ ഭാഗത്തിൽ നിന്നും മുറിച്ചെടുത്തിട്ട് ഈ ക്ലിപ്പിംഗ് വെക്കുന്ന ഇടപാട് ഇപ്പൊ നാട്ടിൽ വഹാബികളും APക്കാരുമാണ് ഇത് നിരന്തരം നടത്തിയിരുന്നത്. ഇപ്പൊ ഇതിന് കുറെ ആളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ ഈക്കക്കാരും തുടങ്ങി കിളിപ്പത്. അവരിതിലൊന്നും ഇല്ലായിരുന്നു ആദ്യം. അത് വളരെ വൃത്തികെട്ട ഇടപാടാണെന്നും സാമാന്യ മര്യാദ ലംഘിക്കുന്നതാണ് അത് നടക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം. എന്നാലും അന്യന് ഭ്രാന്തളിക്കുക കാണാൻ നല്ല രസമുള്ള, എല്ലാവർക്കും അറിയാലത് ഭ്രാന്തന്മാർക്ക് കാണാൻ. എന്നാലും ഭ്രാന്തന്റെ ചെയ്തികൾ കാണാൻ നല്ല രസമുള്ള മനസ്സിനെ. ഇത് സമൂഹത്തിന്റെ മനഃശാസ്ത്രമാണ്. ആ സമൂഹ മനഃശാസ്ത്രം മനസ്സിലാക്കി ഇത്തരം ക്ലിപ്പിങ്ങുള്ള പരിപാടിക്ക് എന്തോ നമുക്കൊരാവേശം. ഇബിലീസ് അതിനായിട്ട് നിൽക്കും ചെയ്യും. ഇബിലീസിന് തന്നെ താള്ള വേണ്ടത്. അങ്ങനെയാണ് ഇവിടെ നടക്കുന്ന ക്ലിപ്പിംഗ് പരിപാടി. അല്ലാഹു തആലാന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെയും അതിന്റെ കീഴ്ഘടകങ്ങളുടെയും പരിപാടികളിൽ ആ തരം തന്ത്രങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അനിവാര്യതയുടെ വേള വന്നാൽ ചിലപ്പോൾ ഉപയോഗിച്ചുകൂടായികയില്ല, അതല്ല പറയുന്നത്. പക്ഷെ ഇതൊരു വൃത്തികെട്ട ഇടപാടാണ് എന്ന നിലക്ക് ഞങ്ങൾ ഇതുവരെ ഇതിലിടപെട്ടിട്ടില്ല. ഇത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതും അല്ല. ഈ ക്ലിപ്പിങ്ങുകളായിട്ട് നടക്കുന്നതിലുള്ളത് എല്ലാവർക്കും അറിയാം, അപ്പുറത്തും ഇപ്പുറത്തും മുറിക്കുകയാണ്. ഒരാൾ വീൺവാക്കുകൾ, മനുഷ്യന്റെ അടുത്ത് നിന്ന് വീൺവാക്ക് വരൂലേ? എപ്പോഴും വരും വീൺവാക്കുകൾ. ഈ വീൺവാക്കുകളൊക്കെ എടുത്തിട്ട് വിമർശിക്കാം. ഇതാണല്ലോ നമ്മുടെ നാദാപുരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രസംഗങ്ങളുടെ കാസറ്റ് വഹാബികളും APക്കാരും ഇപ്പൊ നിരന്തരം ഇറക്കണീന്റെ കള്ളി. അവിടുത്തെ കാര്യമായ ഖണ്ഡനെന്താ? ഒരാളെ വീൺവാക്ക് എടുത്തിട്ട് മറ്റേ ആൾ വെക്കും, എന്നിട്ട് അത് ഇപ്പുറത്ത് വെച്ചിട്ട് വെക്കും. അതാണ് നമ്മുടെ സുന്നി പക്ഷത്തിൽ നിന്ന് അവിടെ സംസാരിക്കുന്ന APക്കാരൻ മുസ്ലിംകാണെങ്കിൽ വീൺവാക്കുകൾ ധാരാളം വരും ചെയ്യും. അതയാളിന് വരൂ, വേണ്ടാത്തത് തന്നെ. ആ വേണ്ടാത്തത് എടുത്തപ്പോ അത് മാത്രം ഉപയോഗിച്ചിട്ട് മറുപടി അങ്ങനെ പറയും ചെയ്യും. എന്നാ ഇയാളിത് നിർത്തിട്ടില്ലല്ലോ. എത്ര പറഞ്ഞാലും നിർത്തില്ല. ഇതിന്റെ പേരിൽ കേരളത്തിൽ വഹാബിസം വ്യാപകമാകാൻ ഇത് വഴിവെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ചിന്തിക്കുന്ന ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമല്ല. ഇതിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, സംഗതി എല്ലാവർക്കും അറിയാം. കാരണം എല്ലായിടത്തും ഈ ഷാർജ സലഫിന്റെയും ഇയാളെയും പ്രസംഗം, അതിൽ ചെറുപ്പക്കാരൊക്കെ വാങ്ങുന്നത് ഷാർജ സലഫിൻ്റെതാണ്. അത് കേൾക്കാനും രസമാണ്.
അതിന് ഇയാൾ പറയാം പാട്ടുകാരന മൗലവി, പാട്ടുകാരന മൗലവി. അതിനെ പോലെ പാട്ടുകാരന മൗലവി എന്ന് പറഞ്ഞാൽ നമ്മളതല്ലേ. അത് എന്നിട്ട് അയാളൊന്ന് പാട്ട് പാടി ആ പാട്ടുകാരന മൗലവി എന്ന് പറഞ്ഞ് കളിയാക്കിയാലെങ്കിൽ ഇരിക്കും. ഈ തരം വാക്കുകളും ഇതു തന്നെയാണ് അവിടുത്തെ ഖണ്ഡനത്തിന്റെ വിഷയം. ആശയപരമല്ല, ആദർശങ്ങളല്ല, വെറും വീൺവാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെക്കാം. ഇതിനടിസ്ഥാനത്തിലാണ് ഈ ക്ലിപ്പിംഗ് പരിപാടിയും അതുമായി ബന്ധപ്പെട്ടുള്ള ഖണ്ഡന പ്രസംഗങ്ങളും നമ്മുടെ സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുന്നത് എന്ന് നാം പറയുന്നത്. അത് ഈ വിഷയത്തിലും കണക്കാണ്. ദൗർഭാഗ്യവശാൽ ഈ രണ്ട് സുന്നികളും തമ്മിൽ കുഴപ്പമുണ്ടാകുമ്പോഴും ഇപ്പൊ അത് കാണാണ്. അതിൽ ചിലപ്പോ വഹാബികൾ ഉപയോഗിച്ച കാസറ്റൊന്നും കൂടി ഇവർ ക്ലിപ്പിംഗ് വെക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് നമ്മൾ കാണുന്നുണ്ട്, ഇല്ലാന്ന് പറയണ്ടല്ലോ. വൃത്തികെട്ട ഇടപാട്. ഈ വൃത്തികെട്ട ഇടപാട് അവർ രണ്ടു കൂട്ടരും നടത്തുമ്പോൾ നമ്മൾ ഓർത്തത് EKAP തർക്കം, അതങ്ങനെ തന്നെ കാണുമല്ലോ മനുഷ്യൻ. അപ്പൊ ആ EKAP തർക്കങ്ങളിലൂടെ അങ്ങനെ പോവുകയെന്ന്. അങ്ങനെ അവർ പറഞ്ഞങ്ങ് നിർത്തും, അവസാനിപ്പിച്ചോളും. അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചു. ഞങ്ങൾ ഇത്തരം കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാറില്ല. എല്ലാവർക്കും അറിയുന്നത് പോലെ അരീക്കാട് പള്ളി പ്രശ്നം എന്നത് വലിയൊരു പ്രശ്നമായിരുന്നില്ലേ? അന്ന് ബഹുമാനപ്പെട്ട ശൈഖുന വണ്ടൂരിൽ വഫാത്തായ ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവർകൾ ഹയാത്തിലുണ്ടല്ലോ, മഹാനർ ഹയാത്തിലുണ്ട്. അന്ന് മഹാനർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരിടപാടും വേണ്ടെന്ന നിലയിൽ, ഇടപെടലുകളും വേണ്ടെന്ന നിലയിലാണ് ഞങ്ങളുടെ സംഘടനയെ നിയന്ത്രിച്ചത്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട നാദാപുരത്ത് ഓർ ശംസുൽ ഉലമ ഓറും വണ്ടൂരിലെ താജുൽ ഉലമ വണ്ടൂരിലെ ശൈഖുനായും രണ്ടുപേരും ഈ ഇടപാടിൽ വ്യക്തിപരമായിട്ടുള്ള ആരോപണവും വ്യക്തിപരമായിട്ടുള്ള വിഷയവുമായതുകൊണ്ട് ഇടപെടേണ്ട എന്ന നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്. മതപരമായും ദീനിയായും പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മൾ ഇടപെടാറുള്ളൂ. ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് പോയത്. പക്ഷേ രണ്ടു കൂട്ടരും പറഞ്ഞു വന്നു നോക്കുമ്പോ ദീനീ രംഗത്ത് ഒരുപാട് വേണ്ടാത്ത തത്വങ്ങൾ ഉരുവപ്പെട്ടു. അനാവശ്യമായ തത്വങ്ങൾ, യോജ്യമല്ലാത്ത തത്വങ്ങൾ ഉരുവപ്പെട്ടു. ആ ഉരുവപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഇവിടെ ഉദ്ധരിക്കുന്നതും അത്തരം അബദ്ധങ്ങളാണ് നമ്മൾ ഇവിടെ തുറന്നു കാട്ടുന്നത്. എന്താ വെള്ളയിപ്പോ ശരി കേറിയേക്ക എന്താ ചെയ്യുന്നത്? നമ്മൾ നിവർത്തില്ലല്ലോ, മഴയല്ല. അള്ളാഹു താലാന്റെ റഹ്മത്ത് അതിന്റെ പേരിൽ തന്നെ. ഈ വിഷയത്തിന് എന്താണ് സംഭവിച്ചത്? പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഇവർ പറഞ്ഞു വരുന്ന പോയിന്റ്, ആ പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന അബദ്ധം, ഇതാണ് ഞാൻ പറയുന്നത്. EK വിഭാഗം മർക്കസിലുള്ള മുടിയെ സംബന്ധിച്ച് പ്രധാനമായി പറയുന്നത് അത് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമുടിയാണ് എന്നതിന് സനദില്ല. വായിച്ചത് സനദല്ല, വായിച്ചത് സനദല്ല, ഇതിന് സനദില്ല. ഇത് ദീനിന്റെ വിഷയ. ദീൻ സനദില്ലാതെ ദീൻ സ്വീകാര്യമല്ല. ഇത് തന്നെ ഉലമാക്കളടക്കം പറയുന്നത്. ഇനി അതല്ല രസം, കൂട്ടിച്ചേർക്കുന്നു. ഇനി സനദ് കൊണ്ടുവന്നാലും ഏപ്പല്ലേ കൊണ്ടുവരുന്നത് സ്വീകാര്യമല്ല. പിന്നെന്തിനായി സനദ് ചോദിക്കുന്നത്? ഇനി ഏപ്പല്ലേ കൊണ്ടുവരുന്നത് എന്നാലും സ്വീകാര്യമല്ല. ഇതിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മുശാവറയുടെ തീരുമാനത്തിൽ തന്നെ സനദിലുള്ളിടത്തോളം സനദില്ലാത്തത് കൊണ്ട് സനദ് പറയുന്നത് വരെ ആരും വഞ്ചിതരാകരുത് എന്നാണ്. അപ്പൊ സനദ് പറഞ്ഞാലോ എന്നൊരു പ്രശ്നം അതിൽ തന്നെ ഉണ്ടല്ലോ. അതിനെപ്പറ്റി ഇതിന്റെ മുൻപിലുള്ള പ്രസംഗകന്മാര്, SKSSFന്റെ പ്രസംഗകന്മാര്, SYSന്റെ പ്രസംഗകന്മാർ, അതായത് EK സമസ്തന്റെ യുവ പ്രസംഗകന്മാർ, അവർ പറഞ്ഞു നടക്കുന്നത് ഇനി എവിടുന്നെങ്കിലും ഇയാൾ തേടി പിടിച്ചിട്ട് ഒരു സനദ് കൊണ്ടുവന്നാലോ എന്ന് ഞങ്ങളുടെ ഉസ്താദുമാരോട്, സമസ്തന്റെ ഉലമാക്കളോട് ചോദിച്ചു. അപ്പൊ അവർ പറയുന്നത് അയാൾക്കത് സനദ് കിട്ടൂല എന്ന് പറഞ്ഞു എന്നാണ്. സനദ് കിട്ടൂല എന്ന് പറഞ്ഞിട്ടാണ് ഈ തീരുമാനം അവർ എടുക്കുന്നത് അർത്ഥം.
ഞാനതിൻ്റെ ഒരു ഔദ്യോഗിക ഭാരവാഹി പ്രസംഗിക്കുന്നത് ശ്രദ്ധിച്ചു. ഒരൗദ്യോഗിക ഭാരവാഹി, ഇപ്പൊ സമസ്തനെ നിയന്ത്രിക്കുന്നത് അയാളാ. അയാൾ പ്രസംഗിച്ച എന്താ, ഇപ്പൊ സമസ്ത തീരുമാനിച്ചത് സനത് കിട്ടോളം അതിലാരും വഞ്ചിതരാകരുത് എന്നാണ്. ഇത് പറയാനാണ് ഞാൻ വന്നത്. ഇത് കിട്ടിയാലോ, കിട്ടിയാൽ അപ്പം ചെയ്യും, എന്താ ചെയ്യേണ്ടതെന്ന് സമസ്തക്കറിയും എന്നാണ്. ഇതിന്റെ മഫ്ഹൂമൊന്നും മൂപ്പർ നോക്കിയിട്ടില്ല. ഇത് കിട്ടിയാൽ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് അപ്പം സമസ്ത തീരുമാനിക്കും, അപ്പം അറിയാന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ സനത് കിട്ടൂലെന്ന് ഉറപ്പിച്ചിട്ടോ അല്ലെങ്കിൽ സനത് കിട്ടിയിട്ട് പിന്നെ തന്ത്രം വേറെ എടുക്കാം എന്ന് വെച്ചിട്ടോ ആണ് മുശാവറ സനത് ആവശ്യപ്പെടുന്നത്. ഇ കെ സമസ്തന്റെ കുട്ടികളും ഇ കെ സമസ്തയുടെ പ്രസംഗകന്മാരും സനത് ചോദിക്കുന്നതും. ഇരിക്കട്ടെ, ഇത് തന്നെ ഇതങ്ങനെ തുടർന്നു കൊണ്ടുപോകാനുള്ള രണ്ട് കക്ഷിയുടെയും ഒരു ലെവലല്ലേ. ഇവർക്ക് ജീവിക്കണമെങ്കിൽ ഇത് വേണം. ഈ വിവാദമല്ലാതെ ഈ സംഘടനകൾക്കൊന്നും നിലനിൽപ്പില്ല. ദീനിനു വേണ്ടി വല്ലെങ്കിലും ചെയ്യാനുള്ള വല്ല ആവശ്യം ഉണ്ടെങ്കിലല്ലേ. അത് പണ്ടേ ഉള്ള ആളുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് മദ്രസ ഉണ്ട് ഇവിടെ. ആ മദ്രസ നടത്തുന്ന കാര്യമില്ല, അത് നമ്മളെ സമസ്തയുടെ രൂപീകരണ കാലത്തിന് ശേഷം വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായ കാലത്തുള്ള ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അഭ്യുന്നരായ ശൈഖുന അടക്കമുള്ള നേതാക്കൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതങ്ങനെ അങ്ങ് തുടർന്നോളും. അതാണ് നമ്മുടെ എന്നാ ബലവെപ്പ്. മറ്റേ കൂട്ടരെ വെപ്പാണെങ്കിലോ, മറ്റേ കൂട്ടര് പിന്നെ ഒന്നായിട്ട് ആർഭാടല്ലേ, അതുണ്ടാക്കണം ഇതുണ്ടാക്കണം, ആ സ്ഥാപനം വേണം ഈ സ്ഥാപനം വേണം, ഇനി പലതരത്തിലുള്ള സിറ്റികളും വൈജ്ഞാനിക കേന്ദ്രങ്ങളും വേണം, അല്ലെ ഷാറേ മുബാറക്ക് പള്ളി വേണം. ഇതൊക്കെയല്ലേ ഇപ്പൊ അവരെ ഉദ്ദേശം. ഈ ജാതി സൗധങ്ങളും സ്ഥാപനങ്ങളും അവരെ ഉദ്ദേശം. ദീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഇവർക്ക് ഇടപെട്ട് പരിചയമില്ല, ചിന്തിക്കാൻ നേരമല്ല. അപ്പൊ ഒറ്റ വെപ്പ ഇതൊരു ദീനീ വിഷയമാണ്, ദീനീ വിഷയത്തിന് സനത് വേണം. ഇന്ന ഹാദൽ ഇൽമ ദീൻ ഫൻദുറു അമ്മൻ തഖുദൂനഹു. ഇത് ഈ ഇൽമ എന്ന് പറയുന്നത് ദീനാണ്. ദീൻ ആരിൽ നിന്ന് പിടിക്കുന്നു എന്ന് നോക്കണം, സനത് വേണ്ടേ. ഇത് ഏപ്പിക്കൂട്ടരും തന്നെയാ ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം തുടക്കം മുതൽ ഈ സനത് മർക്കസിൽ വായിച്ചുകൊണ്ട്, സനത് അല്ലത് എന്നാ അവര് പറയുന്നത്, ഞാനതിലൊന്നും ഇടപെടില്ല. സനദായാലും വേണ്ടില്ല, സനദല്ലെങ്കിലും വല്ല സനദാണ്, മുഖ്തസറായ സനദാണ് എന്ന് എപി വിഭാഗവും, അത് സനദേ അല്ല അയാളുടെ നസബാകുന്നു എന്ന് ഇ കെ വിഭാഗവും പറയുന്ന ആ സാധനം, അത് വായിച്ച ആ ഘട്ടം മുതൽക്ക് അതിനെ ന്യായീകരിച്ചുകൊണ്ട് സാക്ഷാൽ കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാരും അന്നത്തെ യോഗം മുതൽ പ്രസംഗിക്കുന്നത് ഇന്നബദ്ദീനു ബിൽ ഇസ്നാദ്, ദീനി ഇസ്നാദ് കൊണ്ടേ നിൽക്കുള്ളൂ, അതുകൊണ്ട് സനദ് വേണം നാം മൂപ്പർ അന്നെ പ്രസംഗിച്ചത്. തുടങ്ങുന്നതും അങ്ങനെ തന്നെയാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ആ യോഗത്തിൽ പോയിട്ടില്ല, ഞാൻ അറിഞ്ഞത് എങ്ങനെയാണ്. ഇപ്പോഴും പല ആളുകൾ സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കുടുങ്ങി ഇങ്ങനെ വന്നപ്പോ ബൈക്ക് തിരിയാനുള്ള എന്തെങ്കിലും ഒരു ചേരുവുണ്ട് എന്നല്ലാതെ ദീനാണ് സനത് വേണം, ദീനാണ് സനത് വേണം എന്ന നിലപാടാണ്. ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് നമ്മൾ ഓർക്കാതെ പറ്റില്ല. ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത് എന്നതുകൊണ്ട് വിലമാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും ഇതിനു നേരെ മൗനം അവലംബിക്കാൻ പറ്റില്ല. ഈ വിഷയം ഒന്ന് ഉണർത്തുക ഈ പരിപാടിയുടെ ഒരു ലക്ഷ്യമാണ്. അബദ്ധങ്ങൾ ഉണർത്തുക. അതിലെ ഒന്നാമത്തെ അബദ്ധം, തിരുനബിയുടെ ശേഷിപ്പും തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ പ്രശ്നം ദീൻ അല്ല, ദീനീ കാര്യമല്ലാതെ, സനത് വേണമെന്നാവശ്യപ്പെടുന്ന ഒരു ദീനീ കാര്യമല്ലാതെ. എല്ലാവരും കൂടി കണ്ണ് നേപ്പെട്ട് കിടക്കണ്ട. ഇവര് ദീനീ കാര്യമാക്കാൻ വേണ്ടി ചെയ്യുന്ന എന്താ, ഇത് തബറുക്കിന്റെ കാര്യല്ലേ, തബറുക്കിന്റെ കാര്യം ദീനല്ലേ എന്നാണ് അവസാനത്തേക്ക് എത്തിയിട്ട്. എന്തോ ചർച്ചകൾ എടി നടക്കുന്നുണ്ട്. അവസാനത്തേക്ക് എത്തിയത് തബറുക്കിന്റെ കാര്യല്ലേ, തബറുക്കിന്റെ കാര്യം ദീൻ കാര്യല്ലേ. തബറുക്കിന്റെ കാര്യം അല്ലത്. തബറുക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ തർക്കമല്ല. ഈ കക്കാരും ഏപ്പിക്കാരും തമ്മിൽ തബറുക്കിന്റെ മസാലയിൽ തർക്കമില്ല. തിരുനബിയുടെ ശേഷിപ്പുകൾ കൊണ്ട് തബറുക്ക് ചെയ്യണമെന്നും അത് തബറുക്ക് ചെയ്യൽ സുന്നത്താണ്, പുണ്യമാണ് എന്നും ഉപകാരപ്രദമാണ്, നേട്ടമുള്ളതാണ് എന്നും ആഖിറത്തിലും ദുന്യാവും ഉപകാരപ്രദമാണ് എന്നതിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമക്കും തർക്കമുണ്ടോ? ഉണ്ടെങ്കിൽ അതല്ലേ കേൾക്കേണ്ടത്. ഇത് മുതബറക്ക് ബിഹിയാണോ എന്ന വിഷയം എവിടുന്നാ വരുന്നത്? ഇത് റസൂലുള്ളാഹി തങ്ങളുടെ മുടിയാണോ അല്ലേ? ഈ പ്രശ്നത്തിലാ തർക്കം.
തബറുക്ക് കൈമക്ക് വലിച്ചെടുക്കുക. തബറുക്കിൽ ഇവിടെ തർക്കല്ല. റസൂലുള്ളാഹി തങ്ങളുടെ തിരുശേഷിപ്പുകൾ തബറുക്ക് ചെയ്യപ്പെടേണ്ട ഭാഗമാകുന്നു എന്ന കാര്യത്തിൽ ഏപ്പിക്കാർക്കും ഈക്കക്കാർക്കും തമ്മിൽ തർക്കമില്ല. നമ്മൾ സുന്നികൾക്ക് ആർക്കും തർക്കമില്ല. പിന്നെ എവിടെയാ തർക്കത്തിന്റെ പോയിന്റ്? മർക്കസിൽ സൂക്ഷിക്കപ്പെട്ടതും കൊട്ടിഘോഷിക്കപ്പെടുന്നതുമായ അവരുടേതെന്നും ഇന്ത്യയുടേതെന്നും എന്ന് പറഞ്ഞില്ല പണ്ട് EMSന്റെ ഒരു വാക്ക് എന്ന മാതിരി തിരുമുടിയാണെന്ന് അവരും തിരുമുടി അല്ലെന്ന് ഇവരും പറയുന്ന ആ മുടി അത് തബറുക്ക് ചെയ്യപ്പെടാൻ പറ്റുന്ന നബിയുടെ മുടിയാണോ നബിയുടെ മുടിയല്ലേ എന്നുള്ളയിടത്ത് ആ തർക്കം. അത് ദീനല്ല. മാ ശറഅഹു മിനൽ അഹ്കാം, അല്ലാഹു തആല ശരീഅത്താക്കിയ ഹുക്മുകൾ, അല്ലാഹുവിന്റെ ഹുക്മുകൾ, വിധിവിലക്കുകളാണ് ദീൻ. അല്ലാഹുവിന്റെ ഹുക്മുകളും വിധിവിലക്കുകളുമാണോ അത് സനദ് കൊണ്ടല്ലാതെ സ്ഥിരപ്പെടുകയില്ല. ഇൽമ് അത് ഒരിക്കലും സനദ് കൊണ്ടല്ലാതെ സ്ഥിരപ്പെടുകയില്ല. ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്, ദീൻ നിലനിൽക്കുന്നത് ഇസ്നാദ് കൊണ്ടാണ്. ഇന്ന ഹാദൽ ഇൽമ ദീൻ, ഇൽമ് ദീനാണ്. കാരണം ദീനിന്റെ പ്രമാണമല്ലേ, ദീനിന്റെ പ്രമാണമായ ഇൽമ്. ഫൻദുറൂ അമ്മൻ തഖുദൂനഹു, അതാരിൽ നിന്നാണ് പിടിക്കുന്നത് എന്ന് ചിന്തിക്കണേ എന്ന് പറയുന്നത് ദീൻ എന്നതാണ്. അപ്പൊ ഇൽമ് എന്ന് പറയുന്നത് അൽ ഇൽമു മാ കാന ഫീഹി ഖാല ഹദ്ദസനാ, അൽ ഇൽമു മാ കാന ഫീഹി ഖാല ഹദ്ദസനാ വമാ സിവാ ദാക വസ്വാസു ശയാതീനി. ഹദ്ദസനാ ഫുലാനുൻ ഹദ്ദസനാ ഫുലാനുൻ ഹദ്ദസനാ ഫുലാനുൻ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതായിട്ട് നബി വരെ മുട്ടുന്നതുണ്ടെങ്കിൽ അതാണ് ഇൽമ്. അൽ ഇൽമു ഖാല അല്ലാഹു ഖാല റസൂലു എന്ന ഹാഫിദ് ദഹബി പറഞ്ഞത്. ഖാലല്ലാഹു ഖാല റസൂലു ആണ് ഇൽമ്. ഖാലല്ലാഹു ഖാല റസൂലുമാണോ ഇത്? അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുടിയാണ് ഈ മർക്കസിലുള്ള മുടി എന്നതോ തിരുമുടി അല്ല എന്നതോ ദീനാണോ? അതൊരു ദീനീ വിഷയമല്ല. ഭൗതികമായ തെളിവുകൾ കൊണ്ടും ചരിത്രം കൊണ്ടും മനസ്സിലാക്കപ്പെടുന്ന വിഷയമാണ്. തിരുനബിയുടെ മുടിയാണെന്ന് തെളിഞ്ഞാൽ ബർക്കത്തെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ രണ്ടു കൂട്ടർക്കും തർക്കവുമില്ല. അപ്പോ ദീനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്നാദും സനദും ചോദിക്കുന്നത്. ദീനാണെന്ന മുഖദ്ദിമ തന്നെ ബാത്തില, ദീനാണെന്ന് ബാത്തില. അതുകൊണ്ട് ഇതിന് ദീൻ എന്ന് പറയുന്നത് ശരിയല്ല. വിഷയം നല്ലോ ശ്രദ്ധിക്കണം. തബറുക്കിന്റെ വിഷയമാണ് ദീനാണ് എന്നറിയുന്നത് ഒരു ചെറിയ കോട്ടിമാട്ടലാണ്, അതൊരു ചെറിയ തന്ത്രാണ്. തബറുക്കിന്റെ വിഷയത്തിൽ ഇവർ തമ്മിൽ തർക്കല്ല. ഉണ്ടെങ്കിൽ പറയട്ടെ, ഈ കെക്കാരും ഏപ്പിക്കാരും തമ്മിൽ തർക്കണ്ടോ? ഇത് നബിയുടെ മുടിയാണോ എന്നതാണ് വിഷയം. നബി തങ്ങളുടെ തിരുമുടിയാണെങ്കിൽ അത് ബർക്കത്തെടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതിൽ ഈ കെ സമസ്തക്കാർക്ക് കുഴപ്പമില്ല, തർക്കല്ല. ഏപ്പി സമസ്തക്കാർ അല്ലെങ്കിൽ തന്നെ ബർക്കത്തെടുക്കാൻ പറ്റുന്നല്ലേ കൊണ്ടുവച്ച്. അപ്പൊ രണ്ടു കൂട്ടർക്കും അതിൽ തർക്കമല്ലല്ലോ. അതാണ് ഈ വിഷയത്തിന് ദീനീ മർമ്മം. ഇത് ദീനല്ല. ആണെന്ന് വെച്ചോളൂ. തിരുമുടി അല്ലാഹു തആലാന്റെ തിരുമുടിയാണോ റസൂലിന്റെ? അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുടിയാണോ അല്ലേ? തിരുശേഷിപ്പുകൾ നബിയുടേതാണോ അല്ലേ? ഇതാണ് വിഷയം. ഈ വിഷയത്തിൽ സനദ് ആവശ്യമുള്ളതാണ് എന്ന് പറയുന്നതും ഇത് ദീനാണ് എന്ന് പറയുന്നതും ഈ കാര്യത്തിൽ വന്ന ഒന്നാം അബദ്ധമാണ്. രണ്ടാമത്തെ അബദ്ധം, തിരുമുടി പോലുള്ള നബി തങ്ങളുടെ തിരുശേഷിപ്പുകൾ സനദുണ്ടെങ്കിൽ മാത്രമേ ആദരണീയമാവുകയുള്ളൂ, സനദുണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് ബർക്കത്തെടുത്തൂടൂ, സനദില്ലെങ്കിൽ അത് തബറുക്കെടുക്കാൻ പറ്റുന്നതല്ല എന്ന് പറയുന്നതും തെറ്റാകുന്നു, അബദ്ധമാണ്. അങ്ങനെ പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ തിരുശേഷിപ്പാണോ അല്ലേ എന്നത് സനദ് തെളിഞ്ഞെങ്കിൽ മാത്രമേ ആദരണീയമാകൂ, സനദ് തെളിഞ്ഞെങ്കിലേ ബർക്കത്തെടുക്കാൻ പറ്റൂ എന്ന് പറയുന്നതും ശരിയല്ല. അങ്ങനെ നിബന്ധനയില്ല. ഒരാൾക്ക് തനിക്കിത് ബർക്കത്തെടുക്കണമെങ്കിലും തനിക്കിത് നബിയുടെ തിരുശേഷിപ്പാണെന്ന് മനസ്സിലാക്കണമെങ്കിലും ഞാൻ സനദുണ്ടെങ്കിലേ വിശ്വസിക്കുള്ളൂ എന്ന് പറയാം. അത് അയാളുടെ സ്വന്തം കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെ സനദുണ്ടെങ്കിലേ ബർക്കത്തെടുക്കാൻ പറ്റൂന്നോ, സനദുണ്ടെങ്കിൽ മാത്രമേ തിരു എന്ന് ചേർക്കാൻ പറ്റൂ എന്നോ പറയുന്നത് അബദ്ധമാകുന്നു. കാരണം നബി തങ്ങളുടെ തിരുശേഷിപ്പുകൾ എന്നത് സനദുണ്ടെങ്കിൽ മാത്രമേ സ്വീകാര്യമാകൂ, അല്ലെങ്കിൽ ബോഡി വേസ്റ്റ് വലിച്ചെറിയണമെന്ന് പറയും പോലെ പറഞ്ഞാൽ പറ്റില്ല എന്ന് മാത്രവുമല്ല,
ഇപ്പൊ സനദില്ലാത്തത് കൊണ്ട് അത് മുടിയല്ലെന്ന് തിരിഞ്ഞു എന്നാണ് കൊടുത്തുക വാദത്തിൽ. തിരുമുടി അല്ലെന്ന് തിരിഞ്ഞു. അവിടെ എപ്പം വാദം? സമസ്തയിൽ നിന്ന് വിട്ടു മുഅല്ലിമീങ്ങളിലേക്ക് എത്തിയപ്പോ. സമസ്ത കേരള ജംഇയ്യത്ത് അങ്ങനെ തന്നെയാണല്ലോ, ഉലമയിൽ നിന്ന് വിഷയം മുഅല്ലിമീങ്ങൾക്ക് എത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറ പറഞ്ഞത് സനദ് തരുന്നത് വരെയും ആരും വഞ്ചിതരാകരുത് എന്ന്. അതിന്റെ കഥ നമ്മൾ പറഞ്ഞല്ലോ. അതിന്റെ ശേഷം ഇപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ അതിന്റെ യോഗം ചേർന്ന പത്രത്തിലെ ഫോട്ടോ അടക്കമുള്ള റിപ്പോർട്ട് വന്നു പത്രത്തിൽ. ഇതിന്റെ മുമ്പ് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ കൗൺസിൽ ചേരുന്നു ഒന്നും പത്രത്തിൽ കൊടുക്കാറില്ല. അതൊരു സ്വകാര്യ ജനറൽ ബോഡിയല്ലേ. അതിന്റെ ഫോട്ടോ അടക്കം വന്നതിൽ ജംഇയ്യത്തുൽ മുഅല്ലിമീനിലെത്തിയപ്പോ, ഉലമയിൽ നിന്ന് മുഅല്ലിമീനിലെത്തിയപ്പോ അതിലുള്ളതും ഈ ഉലമാക്കളൊക്കെ തന്നെയാണ്. അതിരിക്കട്ടെ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. ആ മുഅല്ലിമീങ്ങളിലേക്ക് എത്തിയവൻ പറഞ്ഞു ഇത് നബിയുടെ മുടിയല്ലെന്ന് തിരിഞ്ഞതുകൊണ്ട് മാപ്പ് പറയണം, തെറ്റു പറയണം. എങ്ങനെ തിരിഞ്ഞു? സനദില്ലാത്തോണ്ട്. അങ്ങനെ പറയുന്നത് ശരിയല്ല. സനദുണ്ടെങ്കിലേ തിരുശേഷിപ്പുകളാവൂ എന്ന് പറഞ്ഞൂടാ. സനദുണ്ടെങ്കിൽ നന്നു, അത്രയേ ഉള്ളൂ. സനദുണ്ടെങ്കിൽ നന്നു. സനദുണ്ടെങ്കിലേ എനിക്ക് വിശ്വാസാകൂ, ഞാൻ ബർക്കത്തൊടുക്കുള്ളൂ എന്നും പറയാം. സനദുണ്ടെങ്കിലേ നന്നുള്ളൂ എന്നും പറയാം. അങ്ങനെ കിട്ടിയെങ്കിൽ എന്ന് കൊതിക്കാം. ഇതാണ് മഹാനായ ഹാഫിദുൽ ദഹബി തന്റെ സിയറു അഅലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ അബീദത്ത് എന്ന റളിയല്ലാഹു അൻഹു, അബീദ എന്നവർ മുഹമ്മദ് ബിൻ സീരീൻ തങ്ങളും തമ്മിൽ നടന്ന സംഭാഷണം ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. അതിൽ അബീദ എന്നവർ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തെ വിശ്വസിച്ച മഹാനാണ്. പക്ഷെ നബിയെ കാണാൻ കഴിഞ്ഞില്ല, നബിയുമായി സന്ധിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് സ്വഹാബിയായില്ല. അപ്പം വലിയ താബിഈയാണ്, വലിയ താബിഈ. മുഹമ്മദ് ബിൻ സീരീൻക്ക് അത്ര തന്നെ സീരിയോറിറ്റില്ല. അവർ നബിന്റെ കാലശേഷമാണ് വരുന്നത്. അബീദ എന്നവർ ഇസ്ലാം സ്വീകരിക്കുന്നത് നബിയുടെ കാലത്തു തന്നെയാണ്. ഇതുകൊണ്ടാണ് അബീദയുടെ വാക്ക് വലിയൊരു വാക്കായി മുഹമ്മദ് ബിൻ സീരീൻ ഉദ്ധരിച്ചത്. ആ വാക്ക് എന്താ അദ്ദേഹം പറഞ്ഞ വാക്ക്? ലഅൻ തകൂന ഇൻദി ശഅറത്തും മിൻഹു അഹബ്ബു ഇലൈനാ മിനദ് ദുനിയാ വമാ ഫീഹാ. അനസ് എന്നവർ പറഞ്ഞു, മുത്തുനബിയുടെ തിരുമുടികൾ അല്പം നമ്മുടെ പക്കമുണ്ട്. അനസ് എന്നവരല്ല, മുഹമ്മദ് ബിൻ സീരീൻ തങ്ങൾ തിരുനബിയുടെ പക്കൽ നിന്ന് ലഭിച്ചിട്ടുള്ള തിരുശേഷിപ്പുകളിൽപ്പെട്ട തിരുമുടികൾ അല്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എന്റെ ബാപ്പ സീരീൻ എന്നവർ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമാണല്ലോ, മൗലയാണല്ലോ. ആ നിലക്ക് ഉമ്മു സുലൈം റളിയല്ലാഹു, ഉമ്മു സലമ ബീവിന്റെ മൗല, ഉമ്മു സലമ ബീവിന്റെ ഉമ്മു സുലൈമിന്റെ, മുസ്ലിം ബീവിന്റെ മൗല. ആ നിലക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ള മുടിയുണ്ട് എന്ന് പറഞ്ഞപ്പോ അബീദ പറയുന്നു, ലാൻ തകൂന ഇൻദി ശഅറത്തും മിൻഹു, ഒരു തിരുമുടി അതിൽ നിന്ന് എനിക്ക് കിട്ടിയാൽ ദുന്യാവും അതിലപ്പുറമുള്ള എന്തും കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരം അത് കിട്ടലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദുന്യാവ് ആസകലം കൊടുത്താലും എന്റെ കയ്യിലാണതെങ്കിൽ ഞാൻ ആ തിരുമുടി ഞാൻ ശേഖരിക്കും, പിടിക്കും എന്നാണ് മൂപ്പർ മോഹം പറഞ്ഞാണ്. കുറച്ച് മുടികൾ ഉണ്ട് എന്നാണല്ലോ മുഹമ്മദ് സീരീൻ പറയുന്നത്. അതിത്ത് ഒന്ന് എനിക്ക് തരുമോ എന്നാണ് അപ്പൊ ചോദിക്കുന്നതിന്റെ അർത്ഥം. അതിത്ത് ഒന്ന് എനിക്ക് കിട്ടിയാൽ എനിക്ക് വലിയ ഇഷ്ടമുണ്ട് ദുന്യാവിനെക്കാളും. ഈ വാക്കുദ്ധരിച്ചുകൊണ്ട് മഹാനായ ദഹബി എന്നവർ പറയുന്നു, ومثل هذا يقوله هذا الإمام بعد النبي صلى الله عليه وسلم ب50 سنة. നബി തങ്ങൾ വേർപ്പെട്ട ശേഷം 50 കൊല്ലം കഴിഞ്ഞതേയുള്ളൂ. ആ 50 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് ഇതുപോലുള്ള അബീദയെ പോലുള്ള മഹാനായ ഒരു ദീനിന്റെ പതാകവാഹനായ ഇമാം നബി തങ്ങളുടെ മുടിക്ക് വേണ്ടി, തിരുമുടിക്ക് വേണ്ടി ഇങ്ങനെ മോഹം പ്രകടിപ്പിച്ചതും ദുന്യാവ് മുഴുവനും ചെലവഴിക്കാമെന്ന് പറഞ്ഞതുമെങ്കിൽ നാം ഇന്ന് എന്തു പറയേണ്ടു? നാം ഇന്ന് എങ്ങനെ പറയണം? മഹാനായ ഹാഫിദുൽ ദഹബി എന്നവർ പറയുകയാണ്, ഇബ്നു തൈമിയയുടെ സമശീർഷനാണ്, ഇബ്നു തൈമിയയുടെ കൂടെയുള്ളവരാണ്. ഇബ്നു തൈമിയെ പോലെ ഹദീസ് നിരൂപിക്കുന്നതിൽ അല്പം നിശിത സ്വഭാവമുള്ള ആളാണ്. എതിരാളികളെ അല്പം കടന്ന് ഖണ്ഡിക്കുന്ന ആളാണ്. ആ ഇമാം ദഹബി അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട ഇതുപോലത്തെ ഒരു ഇമാം ഇങ്ങനെ പറയുന്നതെങ്കിൽ നമ്മൾ എന്തു പറയേണ്ടു?
ലൗ വജദ്നാ ബഅദ ശഹരിഹി ബിഇസ്നാദിൻ സാബിത്, നല്ല സുദൃഢമായ സനദുകൊണ്ട് നമുക്കൊരൽപ്പം മുടി കിട്ടിയെങ്കിൽ, തിരുമുടി കിട്ടിയെങ്കിൽ, കാനലഹു, അല്ലെങ്കിൽ തങ്ങൾക്കുണ്ടായിരുന്ന ഒരു ചെറുപ്പിന്റെ വാറ് കിട്ടിയിരുന്നെങ്കിൽ, ഔ കുലാമത്ത ദുഹ്രിൻ, അല്ലെങ്കിൽ ഒരു നഖത്തിന്റെ ചെറിയ ചീള് തിരുനബിയുടെ തിരുശേഷിപ്പിന്റേതായ തിരുനഖം കിട്ടിയിരുന്നെങ്കിൽ, ഔ ശഖഫതം മിൻ ഇനാഇൻ ശരിബ ഫീഹി, അല്ലെങ്കിൽ തങ്ങൾ വെള്ളം കുടിച്ചിരുന്ന മണ്ണിന്റെ പാത്രത്തിന്റെ, ഓടിന്റെ പാത്രത്തിന്റെ ഒരു ചെറിയ മണ്ണിന്റെ ഓടിന്റെ കഷ്ണം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കെന്ത് ചെയ്യാം? ലക്ഷങ്ങളോ കോടികളോ അതിന് ചെലവഴിക്കുന്നത് ധൂർത്തല്ല എന്നതിന്റെ ശേഷം തുടർന്ന് പറഞ്ഞിട്ട് ഹജ്ജിന്റെ വേളയിൽ ചെല്ലുമ്പോ എവിടെയൊക്കെ മൊത്തണം, എവിടെയൊക്കെ മണക്കണം, എവിടെയൊക്കെ നാറ്റണം, എവിടെയൊക്കെ തിരുശേഷിപ്പുകൾ കൊണ്ട് ബർക്കത്തെടുക്കണം എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ ഹാഫിളുൽ ദഹബി. അവിടെ മഹാനർ പറഞ്ഞത് കണ്ടില്ല, ബിസ്നാദിൻ സാബിത്, സ്ഥിരപ്പെട്ട സനദ് കൊണ്ട് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹം പറഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആഗ്രഹം പറഞ്ഞ പോലെ പറയാൻ, എനിക്കിങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അതല്ലാതെ തിരുനബിയുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് ബർക്കത്തെടുക്കണമെങ്കിൽ സനദുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ എന്നെവിടെയും ഇല്ല. തിരുശേഷിപ്പുകളുടെ കാര്യത്തിൽ അത് വളരെ ബലഹീനമാണ് താനും, ദുർബലമാണ് താനും ആ കാഴ്ചപ്പാട്. നിങ്ങൾ നോക്കുക, അള്ളാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ട് ഖിലാഫത്ത് നിന്ന കാലത്തൊക്കെയും ബർക്കത്തെടുത്തിരുന്ന ഒരു വലിയ പുതപ്പുണ്ട്. ഖിലാഫത്ത് അബ്ബാസിയയിലും ഖിലാഫത്ത് ഉമവിയയിലും ഇത് ബർക്കത്തെടുത്തിരുന്നു. ഖലീഫമാർ ജനസദസ്സുകളിലോ വിദേശ രാഷ്ട്രപ്രതിനിധികളുമായി സംസാരിക്കുമ്പോഴോ വലിയ പെരുന്നാൾ പോലുള്ളതായ ആഘോഷ ദിനങ്ങളിലോ അവരുടെ വസ്ത്രത്തിന്റെ മീതെ, മേൽവസ്ത്രത്തിന്റെയും മീതെ ബർക്കത്തെടുത്തുകൊണ്ട് പുതക്കുന്ന ഒരു പുതപ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതുണ്ടായിരുന്നു. അൽ ബുർദത്തുൻ നബവിയ്യ, നബവിയ ബുർദ. ആ ബുർദ എങ്ങനെ വന്നു, എവിടെ നിന്ന് കിട്ടി? ഇതിൽ അഭിപ്രായ വ്യത്യാസപാട്, സനദ് വ്യക്തമല്ല. എവിടെ നിന്ന് കിട്ടി എന്നത് ഇമാം സുയൂത്തി തന്റെ താരീഖിൽ പറയുന്നത് 3 വീക്ഷണമാണ്. 3 വീക്ഷണം പറയുമ്പോ സനദ് എഴുതി വെച്ചിട്ടില്ലല്ലോ, സനദ് രേഖപ്പെട്ടിട്ടല്ലല്ലോ അവരതുകൊണ്ട് ബർക്കത്തെടുത്തത്. ഖുലഫാനിത് നോക്കണം. ലോകമാസകലമുള്ള ഇസ്ലാമിക സാമ്രാജ്യത്തെയും മുസ്ലിമീങ്ങളെയും ഭരിക്കുന്ന ഭരണാധികാരി, ആ അധികാരി ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് പുന്നാര നബിയുടെ ചെറിയ പുതപ്പിന്റെ ഒരു കഷ്ണം വരെ വന്നിട്ടുണ്ട്. പിന്നെ അത് കിട്ടിയപ്പോൾ അതുപോലും ബർക്കത്തെടുക്കാൻ ഉപയോഗിച്ചത് അതെവിടെ നിന്ന് എങ്ങനെ വന്നു എന്ന് ചരിത്ര വിവരം അറിഞ്ഞുകൊണ്ടല്ല. അതിനെപ്പറ്റി ഇന്നും അഭിപ്രായ വ്യത്യാസമാണ്. ഇമാം സുയൂത്തി പറയുന്നു, സലഫി തന്റെ തുയൂരിയാത്തിൽ ഇതിന്റെ സനദ് അദ്ദേഹം അസ്മഇ വരെ മുട്ടുന്ന തന്റെ സനദ് കൊണ്ട് അബൂ അംർ ഇബ്നുൽ അലാ എന്നവരെ തൊട്ട് നിവേദനം ചെയ്യുന്നു. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു തങ്ങൾ ബാനത്ത് സുആതു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ നിസ്റഹാലം യുഖദ മഖ്ബൂലു എന്ന തന്റെ ഏറ്റവും പ്രസിദ്ധമായ ബാനത്ത് സുആദി എന്ന പ്രവാചക മദ്ഹിന്റെ പ്രകീർത്തനത്തിന്റെ കാവ്യമില്ലേ, ആ കാവ്യം ചൊല്ലിയ സമയത്ത് റമാഇലൈഹി ബിബുർദത്തിൻ കാനത്ത് അലൈഹി, അതിന്റെ ക്ലൈമാക്സിലെത്തിയപ്പോ സാഹിത്യകാരന്മാരുടെ സമ്പ്രദായ പ്രകാരം സാഹിത്യത്തിന്റെ അംഗീകരണമാണ് അതിന്റെ ഏറ്റവും വലിയ അലങ്കാരത്തിന്റെ ആ സന്ധ്യത്തെത്തുമ്പോ എന്തെങ്കിലും സമ്മാനം വലിച്ചെറിയുക. ഇതുപ്രകാരം അല്ലാഹുവിന്റെ ഹബീബ് സമ്മാനം കൊടുക്കാൻ എന്താണ് അവിടുത്തെ കയ്യിലുള്ളത്? അപ്പൊ തങ്ങളുടെ ശരീരത്തിൽ പുതച്ച ഒരു പുതപ്പേ ഉള്ളൂ. ആ പുതപ്പെടുത്തിട്ട് തങ്ങൾ കഅബൂൻ സുഹൈറിന്റെ നേരെ എറിഞ്ഞു കൊടുത്തു. ആ എറിഞ്ഞ പുതപ്പ് കഅബൂൻ സുഹൈറിന്റെ കുടുംബത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ഫലമ്മാ കാന സമനു മുആവിയത കതബ ഇലാ കഅബ് ഇബ്നു സുഹൈറിലേക്ക് മുആവിയ തങ്ങൾ ഖലീഫയായി വന്നപ്പോ അദ്ദേഹം ഒരു എഴുത്തെഴുതി, ബിഇനാ ബുർദത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിനായിരം വെള്ളി ആ പുതപ്പ് നമ്മൾക്ക് വിൽക്കണം എന്ന് മഹാനായ മുആവിയ തങ്ങൾ പറഞ്ഞപ്പോ സമ്മതിച്ചു, വിൽക്കൂല, കൈവിട്ട് തരൂല, മാറ്റം ചെയ്യൂല എന്ന്.
മക്കള് പലരുണ്ടല്ലോ, ഇത് കണ്ടം മുറിച്ചാരും ഉപയോഗിക്കൂല്ലോ. അപ്പൊ ആരാ ഉപയോഗിക്കേണ്ടിന്ന് തർക്കവും വരും. അപ്പൊ എന്ത് ചെയ്യൂ എന്നുള്ള സന്ദർഭം മനസ്സിലാക്കിയിട്ട് മുആവിയ തങ്ങൾ തന്റെ മക്കളിലേക്ക് 20,000 ദിർഹം തരാം, നൽകണം എന്ന്. وَأَخَذَ مِنْهُمُ الْبُرْدَةَ الَّتِي هِيَ عِنْدَ الْخُلَفَاءِ آلِ الْعَبَّاسِ. അബ്ബാസി പരമ്പരയിലെ ഖലീഫമാർ ഇതാണ് ഉപയോഗിച്ചു വരുന്ന ആ പുതപ്പ് പിടിച്ചത് മുആവിയയാണ്. ഉമവി ഖിലാഫത്ത് അസ്തമിച്ച് അബ്ബാസി ഖിലാഫത്തിലേക്ക് ഇത് പകർന്നു കിട്ടിയതാണ്. ഇമാം നവവി പറയുന്നു, ഇമാം സുയൂത്തി പറയുന്നു, വഹകദാ ഖാലഹു ഖലായിതു ആഖറൂൻ. വേറെയും പരപ്പേട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാ ഉറച്ചോ ഇല്ല. ചരിത്രപണ്ഡിതനായ ഇമാം ദഹബി തന്റെ താരീഖിൽ പറയുന്നത് അങ്ങനെയല്ല. അമ്മൽ ബുർദത്തുല്ലത്തി ഇൻദൽ ഖുലഫാഇ ആലിൽ അബ്ബാസ്, അബ്ബാസി ഖലീഫമാർ ഉപയോഗിക്കുന്ന ആ ബുർദ, ഫഖദ് ഖാല യൂനുസ് ഇബ്നു ബുകൈർ ഇബ്നു ഇസ്ഹാഖ ഫീ ഖിസ്സത്തി ഗസ്വത്തി തബൂക് അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅതാ ഫിൽ ഐലത ബുർദതൻ മാ കിതാബിഹി അല്ലദീ കതബ ലഹും അമാനൻ ലഹും ഫശ്തറാഹാ അബുൽ അബ്ബാസ് അസ്സഫാഹ് ബി 300 ദീനാർ. അല്ലാഹുവിന്റെ റസൂൽ തബൂക്ക് യുദ്ധത്തിന് പോയപ്പോ തബൂക്കിൽ വെച്ച് പോരാട്ടം നടന്നില്ലല്ലോ. പരിസരത്തുള്ള പല ഗോത്രങ്ങളുമായി അല്ലാഹുവിന്റെ റസൂൽ കരാറുണ്ടാക്കി വലിയ വിജയം നേടിയാണ് തബൂക്കിൽ നിന്ന് മടങ്ങിയത്. അക്കൂട്ടത്തിൽ ഐലത്ത് നിവാസികൾ അവരുമായുള്ള സന്ധിയുടെ വിഷയത്തിന് വേണ്ടിയിട്ട് അവർക്ക് നബി തങ്ങൾ നൽകുന്ന അമാനായും നബിയുടെ കൊണ്ട് അവർ വിശ്വസിച്ചിട്ടുണ്ടെന്നും നബി അവരനുവദിച്ചതാണെന്നും തെളിയിക്കുന്ന രേഖയായിക്കൊണ്ടും അവർക്ക് നബി തങ്ങളുടെ ഒരു തട്ടം നൽകി. ആ നൽകിയ തട്ടം അബ്ബാസി ഖിലാഫത്തിന്റെ ആദിമ പിതാവായ അബുൽ അബ്ബാസ് അസ്സഫാഹി എന്നവർ എങ്ങനെയോ കൈവശപ്പെടുത്തിയതാണ്. 300 ദീനാറിന് വാങ്ങിയതാണ്. 300 സ്വർണത്തിന് വാങ്ങിയതാണ്. ഇതാണ് അബ്ബാസി ഖലീഫമാർ ഉപയോഗിച്ചിരുന്ന ബുർദ. ഇത് ദഹബി പറയുന്ന മറ്റൊരു അഭിപ്രായം. വഖറജൽ ഇമാമു അഹ്മദ് ഫി സുഹ്ദി അൻ ഉർവത്ത് ബിൻ സുബൈർ. എന്നാൽ ഉർവത്ത് ബിൻ സുബൈറിൽ നിന്ന് ഇമാം അഹ്മദ് എന്നവർ തന്റെ സുഹ്ദ് എന്ന കിതാബിൽ പറയുന്നത് മറ്റൊരു അഭിപ്രായമാണ്. എന്താ അഭിപ്രായം? അന്ന ഖൗബ റസൂലില്ലാഹി അല്ലദീ കാന യഖ്റുജു ഫീഹി ലിൽ വഫ്ദി. നബി തങ്ങൾ വിദേശ പ്രതിനിധികൾക്ക് മുൻപിൽ, മറുഗോത്ര പ്രതിനിധികൾക്ക് മുൻപിൽ ഹാജരാകുമ്പോൾ ധരിക്കാറുള്ള പ്രത്യേക വസ്ത്രം റിദാഉൻ ഹളറമിയുൻ, ഹളറമൗത്തിൽ ഉണ്ടാക്കപ്പെട്ട ഒരു വലിയ തട്ടമാണ്. തൂലുഹു 4 അദ്റുഇൻ വഅർളുഹു ദിറാഅൻ വശിബ്ർ. അതിന്റെ നീളം 4 മുഴം, വീതി 2.5 മുഴം. ഫഹുവ ഇൻദൽ ഖുലഫാ, ഖലീഫമാരുടെ അടുക്കൽ നിലനിന്ന് വരുന്നത് ആ പുതപ്പാൻ. യതവാറസൂനഹാ വഖദ് കാനത് ഹാദിഹിൽ ബുർദത്തു ഇൻദൽ ഖുലഫാ. ഈ ബുർദത്ത് ഖലീഫമാരുടെ അടുക്കൽ നിരന്തരം പോരുകയാണ്. യതവാറസൂനഹാ വയത്റഹൂനഹാ അലാ അക്താഫിഹിം ഫിൽ മവാകിബ് ജുലൂസൻ വറുകൂബാ. അവരതിനെ പരമ്പരാഗതമായി അനന്തരെടുത്തുകൊണ്ട് പോരുകയാണ്. വിരുന്നുകാരായി ആരെങ്കിലും ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനത്ത് വന്നാൽ അവരുമായി സംസാരിക്കുമ്പോഴുള്ള വലിയ സദസ്സുകളിൽ ചുമലിലിട്ടുകൊണ്ട് നിൽക്കുന്നത് ഈ പുതപ്പാണ്. വാഹനപ്പുറത്ത് പോകുമ്പോഴും ഇതാണ്. വകാനത്ത് അലൽ മുഖ്തദിർ, അബ്ബാസി ഖലീഫമാരിൽപ്പെട്ട മുഖ്തദിർ ബില്ല എന്നവരുടെ ശരീരത്തിൽ ഇതുണ്ടായിരുന്നു. ഹീന ഖുതില, അദ്ദേഹം കൊല്ലപ്പെടുമ്പോ വതലവസത് ബിദ്ദമി, അന്നതിൽ അല്പം രക്തവും ആയിട്ടുണ്ട്. എന്നിട്ട് എവിടെ പോയി ഈ വസ്ത്രം, ഈ പുതപ്പ്? വഅളുന്നു അന്നഹാ ഫുഖിദത് ഫീ ഫിത്നതി തതാർ ഫഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് താർത്താരികളുടെ വിപ്ലവത്തിൽ നഷ്ടപ്പെട്ടതാകാം. ഇന്നാ ലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാം സുയൂത്തി ഇതിന്റെ ചരിത്രം അവസാനിപ്പിക്കുന്നത്. എന്താപ്പോ സനതുണ്ടോ? ഏതാണെന്ന് ഇതിൽ അഭിപ്രായ വ്യത്യാസമാണ്. അപ്പൊ സ്ഥിരപ്പെട്ട സനതുണ്ടെങ്കിൽ മാത്രമേ നബിതങ്ങളുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് ബറക്കത്തൊടുക്കാവൂ, അനന്തരമെടുത്തു പോരാവൂ എന്ന സിദ്ധാന്തം പൊളിയാണ്. അങ്ങനെ ഇതിൽ പറയാൻ പറ്റില്ല. ഇനി നോക്കട്ടെ, നമ്മുടെ വിഷയമായ തിരുമുടി സംബന്ധിച്ചു തന്നെ സനദില്ലാത്ത മുടിയെക്കുറിച്ച് തിരുമുടി എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ തന്റെ ഫതാവയിൽ വിവരിച്ചിട്ടുണ്ട്.
വിഷയകമായി ഈ സന്ദർഭത്തിന് ഒത്തു തന്നെയുള്ള ഒരു ഫത്വ മഹാനവർഗരുടെ ഫതാവൽ കുബറായിലുണ്ട്. നമ്മളെ ഭാഗ്യം ഇതല്ലേ, മഹാഭാഗ്യം. അൽഹംദുലില്ലാഹ്. എന്തു വിവാദം ഈ ലോകത്ത് വന്നോ അപ്പോഴൊക്കെയും ആ വിവാദവുമായി ബന്ധപ്പെട്ട് നമ്മളെ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള കിതാബുകളിൽ അതിന്റെ പരിഹാരം കാണും. ഈ സമുദായം ആ ഇമാമുകളോട് എത്ര കടപ്പെട്ടവരാണ്. അല്ലാഹു അവർക്ക് അർഹമായ ജസ നൽകുമാറാവട്ടെ. ഈ ഉമ്മത്തിനെ തൊട്ട് അർഹമായ ജസ നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഇവിഷയകമായി വരുന്ന ഒരു ഫത്വ നാം വായിക്കാം. ചോദ്യം ഒന്ന് കേൾക്കി. വസുഇല റഹ്മഹുല്ലാഹ്, മഹാനരോട് ചോദിക്കപ്പെട്ടു, അൻ ശഖ്സിൻ ഇൻദഹു ശഅറത്തുൻ മിൻ ശഅരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ തിരുമുടികളിൽപ്പെട്ട ഒരു മുടി ഒരു വ്യക്തിയുടെ അടുത്തുണ്ട്. അലാമാഖീൽ, അതിന് സനദില്ല. അലാമാഖീൽ, അതിന് സനദില്ല. ആ വ്യക്തി അതിന് സനദ് സൂക്ഷിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞു വരുന്നേ ഉള്ളൂ. അത് തന്നെ ദുർബലവുമാണ്. അലാമാഖീൽ ഇങ്ങനെയുള്ള പറയാ, ദുർബലമായ ഒരു നിലക്ക് ഇങ്ങനെ ഒരു മുടി. വസ്തമറത്ത് ഇൻദഹു, അത് അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെ നിലകൊള്ളുകയാണ്. യുസവ്വിറുഹന്നാസ ഫീ ബൈതിഹി, അദ്ദേഹം ആ മുടി ജനങ്ങൾക്ക് സന്ദർശിപ്പിച്ചുകൊണ്ടും കാണിച്ചു കൊടുത്തുകൊണ്ടും തന്റെ വീട്ടിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഫതൂഫിയ, അങ്ങനെ മഹാനർ വഫാത്തായി. വഖല്ലഫ ബൈനൈനി, 4 ആൺകുട്ടികളാണ് അയാളുടെ പിൻഗാമികൾ. അഹദുഹുമാ യുസമ്മ മുഹമ്മദൻ വസാനി യുസമ്മ ഉമറ, അവരിൽ ഒരാൾക്ക് മുഹമ്മദ് എന്നാണ് പേര്, മറ്റേ ആൾക്ക് ഉമർ എന്നാണ് പേര്. നോക്കിങ്ങൾ, ഫസ്തമറത്ത് ഫീ മഹല്ലിഹ, ഈ മുടി തിരുമുടി ആ സ്ഥലത്തു തന്നെ നിൽക്കുകയാണ്, ബാപ്പ വെച്ചിരുന്ന സ്ഥലത്ത് തന്നെ. ഫൈദാ ജാഅ മൻ യസൂറുഹ, ഇതിനെ സന്ദർശിക്കുന്ന ആളുകൾ വന്നാൽ, വകാന മുഹമ്മദുൻ ഹാദിറൻ, 2 പുത്രന്മാരിൽ മുഹമ്മദ് അവിടെ സന്നിഹിതനാണോ, ഫതഹ സുന്ദൂക ഇൻദഹ, അവിടുത്തെ പെട്ടി മൂപ്പര് തുറന്നു കൊടുക്കും. വസവ്വറഹും, എന്നിട്ട് മൂപ്പർ അത് സന്ദർശകർക്ക് കാണിച്ചു കൊടുക്കും. വൈൻഖാന വായിബൻ, മുഹമ്മദ് ഇല്ലയോ, ഫതഹ അഖൂഹു അംറുൻ, അദ്ദേഹത്തിന്റെ സഹോദരൻ അംറ് പെട്ടി തുറക്കും. വസവ്വറഹും, ഇവരെ അദ്ദേഹം അത് സന്ദർശിപ്പിക്കും, കാണിച്ചു കൊടുക്കും. ഫതവല്ല മുഹമ്മദും ബിൽ ഇഖാമത്തി ഫിൽ ഹിജാസ്, അങ്ങനെ ഹിജാസിൽ താമസിക്കുക എന്ന് ഇവരിൽ മുഹമ്മദ് എന്ന മകൻ തീരുമാനിച്ചു. കുൽ ഖലീൽ എന്ന സ്ഥലത്ത് ഇന്ദ സയ്യിദന അബ്ദുല്ലാഹി ഇബ്നുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർ പുറപ്പെട്ട സ്ഥലത്തിന്റെ അടുത്ത്. വതസവ്വജ ഹുനാക, അവിടെ തന്നെ അവർ വിവാഹം കഴിച്ചുകൂടുകയും ചെയ്തു. വസ്തമറത്ത് ഫീ മഹല്ലിഹ, മുടി പണ്ടത്തെ തന്നെ ബാപ്പ എവിടെ വെച്ചിരുന്നിച്ച അവിടെ തന്നെയാണ്. ഇയാൾ സ്ഥലം മാറി. കുല്ലുമൻ റാമ സിയാറതഹ, ആര് ഈ മുടി സന്ദർശിക്കാൻ വേണ്ടി വരുന്നോ, ഫഅഖൂഹു ഉമറു യുസബ്ബിറുഹു, സഹോദരൻ ഉമറാണ് അവിടെ പാർക്കുന്നത്. ഇപ്പോ അദ്ദേഹം ഈ ആൾക്കാർക്ക് സന്ദർശിപ്പിക്കും, കാണിച്ചു കൊടുക്കും. വഇൻ തഅസ്സറ ഹുദൂറുഹു, അദ്ദേഹത്തിന് സന്നിഹിതനാകാൻ കഴിഞ്ഞില്ലെങ്കിലോ, ഔ കാന സായിറു നിസാൻ, അല്ലെങ്കിൽ സന്ദർശകർ പെണ്ണുങ്ങളാണെങ്കിലോ, ഫയഹിദാ ബനാതിഹി തഫ്തഹു വതുസബ്ബിറുഹും, ഈ ഉമറിന്റെ ഏതെങ്കിലും ഒരു പെൺകുട്ടി പെട്ടി തുറന്നു കൊടുക്കും, ആ പെട്ടിയിലെ മുടി കാണിച്ചു കൊടുക്കും. ഫതൂഫിയ മുഹമ്മദുൻ, അങ്ങനെ ഇരിക്കെ മാറി താമസിച്ച മുഹമ്മദ് മരിച്ചു. വഖല്ലഫ വലദൻ സക്കറൻ, ഒരാൺകുട്ടിയെ അയാൾ പിൻഗാമിയാക്കി വെച്ചിട്ടുണ്ട്. വസ്തമറത്ത്, ഈ മുടി നിലക്കൊള്ളുന്നത് തഹ്ത യദി അമ്മിഹി ഉമറ, ഈ മരിച്ച മുഹമ്മദിന്റെ സഹോദരൻ തന്റെ പിതൃവ്യൻ ഉമറിന്റെ കയ്യിലാണ്, ഈ കുട്ടിന്റെ പിതൃവ്യൻ. ഫീ മഹല്ലിഹ, ബാപ്പ വെച്ചെടുത്ത് തന്നെ. വകുല്ലു മർറാമ സിയാറതഹ, ആര് ഇത് സന്ദർശിക്കാൻ വന്നാലും യുസവ്വിറുഹു, ഇപ്പോ ഇയാളാണ് സന്ദർശിപ്പിക്കുക. വഇൻ തഅസ്സറ ഹുദൂറുഹു, അയാൾക്ക് സന്നിഹിതനാകാൻ പറ്റിയില്ലെങ്കിൽ ഫയഹിദാ ബനാതിഹി തഫ്തഹു വതുസവ്വിറുഹു, അവരുടെ ഒരു പെൺകുട്ടി തുറന്നു കൊടുക്കും, സന്ദർശിപ്പിക്കും. വമാ യഹ്സുലു മിനൽ ഫുതൂഹി, തുറന്നു കൊടുക്കാന്നുള്ള നിലക്ക് സമ്മാനം കിട്ടുമല്ലോ, ആ കിട്ടുന്ന പണം യുഖ്സമു ബൈനൽ അഖവൈൻ, 2 സഹോദരന്മാർക്കിടയിൽ വീതം വെക്കപ്പെടും. നമ്മുടെ വിഷയത്തിലെ വലിയ അലംബാധ, ഈ തിരുമുടിക്ക് വല്ല സമ്മാനവും കിട്ടുന്നത് കിട്ടിയാൽ ഏപ്പിക്ക് എന്താവോ, കാന്തപുരം ആരാവോ എന്നപ്പോ വലിയ വിഷയം. കണ്ടില്ലെങ്കിൽ 1000 റുപ്യ ഓരോരുത്തരും വീതം 40 കോടിന്റെ പള്ളി എന്നാ പ്രഖ്യാപനം കഴിഞ്ഞത്. ഇതുമ്മലാണ് കള്ളി.
ഈ കള്ളിക്കാണ് ഇവർ തിരുമുടിയൊക്കെ സൂക്ഷിക്കുന്നതും എന്ന് കരുതിയിട്ട് അത് കച്ചവടമല്ലേ പറയുന്നത്, ഇത് വിരോധിക്കപ്പെട്ടതുമല്ല. മസാലയായിട്ട് തന്നെ പറയണല്ലോ. ഫുതൂഹ് എന്നുള്ള പേര് ഞങ്ങൾക്കറിയാം. ഏത് സന്ദർശകരും തിരുശേഷിപ്പുകൾ കാണിച്ചു കൊടുക്കുമ്പോ അത് സൂക്ഷിച്ച ആൾക്കൊരു സമ്മാനം കൊടുക്കുക സാധാരണമാണ്. ഇതില്ലാത്തവൻ നല്ലോനല്ല, നല്ല സംസ്കാരക്കാരനല്ല. ബഹുമാനപ്പെട്ട എന്റെ നേതാവ് തങ്ങളോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്യുന്നതിനിടയിൽ ഡൽഹി ജുമാ മസ്ജിദിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള തിരുശേഷിപ്പുകൾ കൊണ്ടുവന്ന് സൂക്ഷിച്ചു. അദ്ദേഹം പല സ്വലാത്തും മറ്റൊക്കെ ചൊല്ലിയിട്ട് തിരുശേഷിപ്പ് കാണിക്കും. ഞങ്ങളൊക്കെ കീശി നിർത്തിട്ട് കൊടുക്കും. കാശി ആരും കൊടുക്കും, പ്രവാചക സ്നേഹികളായ ആരും കൊടുക്കും. ഇതന്നുമുണ്ട്. ഈ മുടി കാണാൻ വേണ്ടി കൊടുക്കുന്നത്. അതിനെന്താ കിതാബിൽ പേര് പറഞ്ഞത്? ചോദ്യക്കാരൻ ഫുതൂഹ്, അതായത് തുറന്നു കൊടുക്കുമ്പോൾ കൊടുക്കുന്ന സമ്മാനം. ഫുതൂഹ് ഓരോ തുറക്കലിനും കിട്ടുന്ന സമ്മാനം. ഫത്ഹ്. അപ്പോൾ സമ്മാന, ഈ സമ്മാനങ്ങൾ വീതം വെക്കാറാണ് ഫി ഹയാത്തി മുഹമ്മദിന്റെ ജീവിതകാലത്ത്. വബഅദ മൗതിഹി, മാറി താമസിച്ച മുഹമ്മദ് മരിച്ചതിന്റെ ശേഷം യുഖ്സമു ബൈന ബിനിഹി, അദ്ദേഹത്തിന് ആകെയുള്ള ഒരു പുത്രൻ എന്ന് പറഞ്ഞല്ലോ, ആ പുത്രനും വഅഖീഹി ഉമറ, സഹോദരൻ ഉമറും കൂടി വീതിച്ചെടുക്കലാണ്. നല്ല ന്യായം. എളാപ്പ തന്റെ സഹോദരന്റെ മകന് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഫതൂഫിയ ഉമറു അയ്ലൻ, ഉമറും മരിച്ചു. ഇതപ്പ വിഷയം. ഈ ഉമറും മരിച്ചു. അൻ ബനാത്തിൻ, ഉമറിന് കുറെ പെൺകുട്ടികളെ ഉള്ളൂ, ആൺകുട്ടിയില്ല. ഫഹൽ യഖ്തസ്സു ബിശഅറതി വഖിദ്മതിഹാ വലദു മുഹമ്മദിൻ, അപ്പോൾ ഇനി ഈ മുടിയുടെ സേവനവും ഇതിന്റെ സൂക്ഷിപ്പും എന്നതുകൊണ്ട് സവിശേഷപ്പെടുമോ മാറി താമസിച്ച മുഹമ്മദിന്റെ ആ പുത്രൻ? അയാളല്ലേ ആൺകുട്ടിയുള്ളൂ. ഔ യകൂനു ഹുവ വ ബനാതു അമ്മിഹി ഫിൽ ഇഖ്തിസാസി വൽ ഖിദ്മതി സവാഅൻ, അതല്ല ഇയാളും അമ്മിന്റെ ഈ പെൺകുട്ടികളും പിതൃവ്യന്റെ പെൺകുട്ടികളും തമ്മിൽ സമമാകുമോ ഇത് സൂക്ഷിക്കുന്നതിന്റെ പ്രത്യേകതയിലും ഇതിന്റെ സേവനത്തിലും? വഹല്ലിദാ ത്വലബു ഖിസ്മതഹ, ഈ തിരുമുടി കഷ്ണിച്ചു കൊടുക്കണം എന്നവർ ആവശ്യപ്പെട്ടാൽ ലഹും ദാലിക, ഈ തിരുമുടിയെ അവർക്ക് കഷ്ണിച്ചു കൊടുക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടാൽ, കമാ ഫഅല ദാലിക ബഅദു ജുദൂദിഹിം, ഇവലപ്പാപ്പാരിപ്പെട്ട ആരോ അങ്ങനെ ചെയ്തിട്ടാ അവർക്ക് കിട്ടിയത്. വഖസമൂഹ, ഓലങ്ങനെ വീതം വെച്ചില്ല ഈ കഷ്ണം ഇവരുടെ കയ്യിലെത്തിയത്. അങ്ങനെ വീതിച്ചു നൽകാമോ? അതല്ല എല്ലാവർക്കും ഇതിൽ സമമാണോ അവകാശം? അംലാ, അതോ ഇത് ചെയ്യാൻ പാടില്ലേ എന്നാ ചോദ്യം. ഇപ്പൊ കണ്ടോ, സനദില്ലാത്ത മുടി ഇങ്ങനെ പരമ്പരാഗതമായി വെച്ചു പോരുന്നുണ്ട്. ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ എന്താ സ്ഥിതി എന്നാ ചോദ്യം. ഇതിന് മറുപടിയായി കൊണ്ട് മഹാനായ ഇബ്നു ഹജർ ഹൈതമി ഹ്രസ്വമായ വാക്കിൽ താൻ മറുപടി നൽകി. ഹാദിഹി ശഅറതു ശരീഫ, ഈ തിരുമുടി, ഹാദിഹി ശഅറതു ശരീഫ, ഈ ചോദ്യത്തിൽ പറഞ്ഞ സനദില്ലെങ്കിലും തിരുമുടി, ഈ തിരുമുടി ലാ തുവറസു വലാ തുംലകു വലാ തഖ്ബലു ഖിസ്മതൻ, അത് അനന്തര സ്വത്തായി പോരുന്ന വസ്തുവല്ല, ഉടമാവകാശത്തിൽ വരുന്നതും അല്ല, വിഹിതം വെച്ച് ഓരിച്ചെടുക്കാൻ പറ്റിയതും അല്ല. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരത്തിന്റെ അലങ്കാരമായി നിന്ന തിരുമുടിയുടെ ഭാഗമല്ലേ. അതാർക്കും വിൽക്കാക്കാൻ പറ്റുന്നതല്ല, വിൽക്കാൻ പറ്റൂല, അനന്തരാക്കാൻ പറ്റൂല, ഓരിച്ചെടുക്കാനും പറ്റൂല. ഫൽ മദ്കൂറൂന മുസ്തവൂന ഫിൽ ഇഖ്തിസാസി ബിഹാ വൽ ഖിദ്മതി ലഹാ, ഇത് കൈവശം വെക്കാനുള്ള അവകാശത്തിലും ഇതിനു വേണ്ടി സേവനം ചെയ്യുന്നതിലും അതിന് കിട്ടുന്ന എല്ലാ വരുമാനങ്ങളും എടുക്കുന്നതിലും ഈ മുഹമ്മദിന്റെയും ഉമറിന്റെയും ആണും പെണ്ണുമായ മക്കൾ സമമാൻ. ലാ തംയീസ് ലി അഹദിഹിം അലാ അഹദിൻ, അവരിൽ ഒരാൾക്ക് ഒരാളെക്കാൾ ഒരു പ്രത്യേകതയും ഇല്ല, ആണിന് പെണ്ണിനേക്കാൾ സവിശേഷതയും ഇല്ല. വല്ലാഹു സുബ്ഹാനഹു വ തആല അഅലമു ബിസ്സവാബ്, ശരി അല്ലാഹുവല്ലേ അറിയൂ, നമുക്ക് മസാലല്ലേ പറയാൻ പറ്റൂ. മഹാനായ ഇബ്നു ഹജർ ഹൈതമി തന്റെ ഫത്താവൽ കുബറ 4-ാം ഭാഗം 362-ാം പേജിൽ ഷഹാദാത്തിന്റെ ബാബിന്റെ അവസാനത്തെ ചോദ്യം ഇതാ. അപ്പോ സനദില്ലെങ്കിലും തിരുമുടിയാകാമെന്നും അത് ബർക്കത്തെടുത്തുകൊണ്ട് പോരാമെന്നും മനസ്സിലായില്ലേ? ഇതാണ് ഈ വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ നില. അതുകൊണ്ട് സനദില്ലെങ്കിൽ തിരുമുടിയല്ല എന്ന് പറയാൻ പറ്റില്ല. സനദ് ഉണ്ടെങ്കിൽ തന്നെ സനദില്ലാത്തത് ബർക്കത്തെടുക്കാൻ പറ്റില്ല എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ പല പ്രശ്നങ്ങളും വരും.
ഒരു പ്രശ്നം നോക്കി, തിരുനബിയുടെ ശേഷിപ്പാണല്ലോ തങ്ങന്മാർ. തങ്ങന്മാര് തിരുനബിയുടെ ശേഷിപ്പല്ലേ? തറക്തു ഫീകുമുസ് സഖലൈൻ, മഹത്തായ രണ്ടു ഭാരമുള്ളതിനെ ഞാൻ നിങ്ങളിൽ ശേഷിപ്പാക്കി വെച്ചിരിക്കുന്നു. അഹ്ലുബൈത്ത് അല്ലേ ഒന്ന്? അപ്പൊ റസൂലുള്ളാഹിന്റെ അഹ്ലുബൈത്ത് സനദില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുശേഷിപ്പല്ലേ? സനതുണ്ടെങ്കിലേ അവർ ബർക്കത്തെടുക്കപ്പെടാനും സയ്യിദുമാര് എന്ന് വിളിക്കാനും പറ്റുള്ളൂ എന്ന് വന്നാൽ, കയ്യുമുത്താൻ പറ്റുക സനതുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് വന്നാൽ, തങ്ങളെന്ന് വിളിക്കാൻ പറ്റുക സനതുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് വന്നാൽ, സനതുണ്ടെങ്കിൽ മാത്രമേ അവർ ആദരിക്കപ്പെടേണ്ടതുള്ളൂ എന്ന് വന്നാൽ, നമ്മുടെ നാട്ടിൽ എത്ര തങ്ങന്മാരെ കിട്ടും കൈമുത്താൻ പറ്റുന്നത്? ആലോചിക്കണം. കൈമുത്താൻ പറ്റുന്നത് കുറഞ്ഞ കുടുംബത്തിൽ പരിമിതമാകും. തങ്ങന്മാരങ്ങനെ വന്നാൽ നമ്മുടെ നാട്ടിൽ എത്ര തങ്ങന്മാര് ഇത് ശ്രദ്ധിക്കാത്തവരുണ്ട്? എന്താ സനത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കാത്തവര്? ചെറുപ്പക്കാര് തീർത്തും അതിൽ അശ്രദ്ധരാണ്. അതുകൊണ്ട് ചെറുപ്പക്കാര് തങ്ങന്മാരൊന്നിന് കൈമുത്തണ്ടേ? തങ്ങളല്ലേ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ പരമ്പരയാണെന്ന് അറിയാൻ മാർഗമില്ലാത്തവരുണ്ട്. ചില തങ്ങന്മാര് വയനാട്ടിലൊക്കെ വന്ന് പെണ്ണിട്ടും, ഏതെങ്കിലും നാട്ടിൽ വന്ന് പെണ്ണിട്ടും അവിടെ താമസിക്കും. അത് കഴിഞ്ഞ് ഗർഭമുണ്ടായ കാലത്ത് പോയതായിരിക്കും, അല്ലെ കുട്ടിയായ കാലത്ത്. ഈ ബാപ്പാനെ ഇവര് കണ്ടിട്ടുണ്ടോ? ഇല്ല. ബാപ്പാനെ കാണാതെ സനത് കിട്ടുമോ? ഇല്ല. ഈ സനദിൽ ഏതിലാ നമ്മൾ കുടുംബത്ത് വന്ന് ചോദിക്കുമ്പോ ഈ കുട്ടിയേക്ക് പറയാൻ കിട്ടുമോ? അവരുടെ മക്കൾ പരമ്പരക്ക് പറയാൻ കിട്ടുമോ? കിട്ടൂല. പക്ഷെ അവർക്കൊന്നറിയാ, ഉമ്മാനെ കെട്ടിയത് തങ്ങളേനു. അപ്പോൾ തങ്ങൾ എന്നറിയും, അങ്ങനെ തങ്ങളുടെ കുടുംബം എന്നറിയും. സനത് പറയാൻ പറ്റാത്ത ഒരുപാട് ആളില്ലേ? അങ്ങനെയുള്ള തങ്ങന്മാരൊന്നും തങ്ങന്മാരല്ലെന്നും, സനതുണ്ടെങ്കിൽ മാത്രമേ ബറക്കത്ത് പറ്റുള്ളൂന്നും, സനതുണ്ടെങ്കിൽ മാത്രമേ സ്വീകാര്യമാകൂന്നും വന്നാൽ വളരെ വലിയ അനർത്ഥം വരും. പോരാ, സനത് വേണമെന്നും അതുണ്ടെങ്കിൽ തന്നെ സ്വഹീഹാകണമെന്നും ഒക്കെ പ്രസംഗിക്കുന്നുണ്ട്. സനത് ഉണ്ടായാ പോരാ, സനത് സ്വഹീഹാകണം. കാരണം ഇയാളെ എവിടെന്നെങ്കിലും പേരൊപ്പിച്ചു കൊണ്ടുവന്നാലോ? എന്താ വിഷയം? അങ്ങനെ തന്നെ പറയാം. ഇയാളെ എവിടെന്നെങ്കിലും പേരൊപ്പിച്ചു കൊണ്ടുവന്നാൽ പോരാ, മുആസറത്ത്, ലിഖാഅ്, ഇതെല്ലാം സുബൂത്തായിട്ട് അദാലത്ത്, അവരുടെ ജീവിത നടപടി, സീറ, ഇതൊക്കെ റെഡിയായിട്ട് സ്ഥിരപ്പെട്ടെങ്കിലേ ആവുള്ളൂ. അതിന്ന് കഴിയോ കുട്ടികളെ? അതിന്ന് കഴിയോ? അതിന്ന് ഏതെങ്കിലും ആൾക്ക് ആ വിധത്തിലുള്ള സനത് ഇന്ന് ഇത്തരം വിഷയങ്ങളെ പറ്റി വന്നാൽ ഏത് സനതും സ്വഹീഹല്ലാതെ പോകില്ലേ? നിങ്ങൾ എന്താണ് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തത്? അങ്ങനെ സനതുണ്ടെങ്കിൽ മാത്രമേ, സനതുണ്ടെങ്കിൽ തന്നെ അത് സ്വഹീഹാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദീനിനെ പറ്റി ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ദീനിൽ തന്നെ അഹ്കാമുകൾ സുബൂത്താക്കാൻ മാത്രം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവാണ് സ്ഥിരപ്പെട്ട സനത് വേണമെന്ന് പറയുന്നത്. അബൂ ഹനീഫ ഇമാമിന് ലഈഫായ സനതും മതി, പഠിക്കണം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് സ്വഹീഹല്ലാത്ത ലഈഫായ സനത് മതി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് പരമ്പര മുറിഞ്ഞ മുർസലായ ഹദീസുകൾ മതി, തണ്ണിമുറിഞ്ഞ മുർസലായ ഹദീസുകൾ മതി. ഇതുണ്ടെങ്കിൽ ദീനീ ഹുക്മ തന്നെ സ്ഥാപിക്കുമെന്നാണ് ഇമാം മാലിക് എന്നവരുടെയും അബൂ ഹനീഫ എന്നവരുടെയും ഒക്കെ പക്ഷം. ശാഫിഈ മദ്ഹബിൽ തന്നെ അഹ്കാമുകൾ സുബൂത്താക്കാൻ മാത്രമേ പ്രമാണയോഗ്യമായ സനദ് വേണ്ടുള്ളൂ. അതേ സമയത്ത് ഫളായിലുകൾ പറയാനോ, മനാഖിബുകൾ പറയാനോ, ബർക്കത്തെടുക്കാനോ, ഇത് പുണ്യമുള്ളതാണെന്ന് പറയാനോ, ഇത് മൊത്താനോ, ഇത് ബഹുമാനിക്കാനോ സ്വഹീഹായ സനദ് വേണമെന്ന് പറയുന്നവൻ ഹദീസിന്റെ ഇസ്തിലാഹ് പഠിക്കാത്തവനാണ്. എവിടെയും കാണൂല. അത് ലെവലേശമതി കിതാബിൽ കാണൂല. അങ്ങനെ വരുമ്പോ നമ്മുടെ ഹസായിസിന്റെ കിതാബുകളിൽ കാണുന്ന അനവധി സംഭവങ്ങൾ നമ്മൾ ഔട്ടാക്കും. സുന്നി പൊളിയും, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് തകരും. ഇത് ഏത് കൂട്ടർ പറഞ്ഞാലും ഈ അപകടം നമുക്ക് സഹിക്കാൻ കഴിയൂല. നമ്മുടെ ഹസ്വായിസിന്റെ കിതാബും നമ്മുടെ മനാഖിബിലെ കിതാബും ഓരോരോ സവിശേഷതകൾ പറയുന്ന ഫളായിൽ പറയുന്ന കിതാബ്. ഇമാം സുയൂത്തിയുടെ ഹസായിസ്, നിരവധി മഹാന്മാർക്ക് ഹസായിസില്ലേ. ആ ഹസായിസുകൾ പറയുന്നതൊക്കെയും സ്ഥിരപ്പെട്ട സനദല്ല. എല്ലാം സ്ഥിരപ്പെട്ട സനദുമുണ്ട്, സ്ഥിരപ്പെട്ടതല്ലാത്ത സനദുമുണ്ട്. നമ്മുടെ സീറ കിതാബില്ലേ, സീറൻ നബവി, സീറത്തുൻ നബവി, അസീറത്തുൽ ഹലബി, അതിൽ കാണുന്ന നബി തങ്ങളുടെ ചരിത്രങ്ങൾ അത്രയും അങ്ങനെയാണോ?
മഗാസിയുടെ കിതാബുകൾ അത്രയും സ്ഥിരപ്പെട്ടതാണോ? അതുകൊണ്ടൊക്കെ ഇസ്നാദ് സ്വഹീഹാകണോ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഗ്രന്ഥശേഖരത്തില്, വൈജ്ഞാനിക മണ്ഡലത്തില്, ചരിത്ര മണ്ഡലത്തില്, ഇസ്ലാമിക സംസ്കാരത്തിന്റെ നിരവധി ഭാഗങ്ങൾ തന്നെയും പ്രമാണയോഗ്യമല്ലെന്ന് വഹാബികൾ പറയും പോലെ ലോകം വിധി എഴുതാൻ ഇടവരും. ഇതിന് ഒരു സമസ്തന്റെ പേരിലും വഴിവെക്കാൻ പാടില്ല. സമസ്ത ആരാണോ അല്ലേ നിങ്ങൾ തീരുമാനിച്ചോളി. AP ശരിയാണോ അല്ലേ നിങ്ങൾ തീരുമാനിച്ചോളി. അതിന് ഞങ്ങൾക്ക് തർക്കമല്ല. നിങ്ങൾക്കല്ലേ രാപ്പനേറിയുള്ളൂ, കൂടെ കടന്നുവനെ രാപ്പനേറിയുള്ളൂ. ഞങ്ങൾ കൂടെ അയാൾ ഉണ്ടായിട്ടില്ല, നിങ്ങളെ കൂടി ഉണ്ടായിട്ടുള്ളൂ. AP ആരാണ് നിങ്ങൾക്ക് അറിയാം. എങ്ങനെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാം. അയാളുടെ താല്പര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. മറിച്ചും അങ്ങനെ തന്നെ അറിയാം. അത് നിങ്ങൾ തീരുമാനിച്ചു, അത് വേറെ വിഷയം. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിന്റെയും ഇസ്ലാമിക സംസ്കാരത്തിന്റെയും ഇസ്ലാമിക സാമൂഹിക പാഠത്തിന്റെയും എല്ലാം നല്ല വിഷയങ്ങളും കിതാബുകളും ഒക്കെ ഔട്ടാക്കുന്ന തരത്തിലുള്ള വാദങ്ങൾ ചെറിയൊരു വിഷയത്തിന്റെ പേരിൽ, നിങ്ങളുമായി ബന്ധപ്പെട്ട കേവലം സംഘടനാപരമായ വിഷയത്തിന്റെ പേരിൽ നിങ്ങൾ വാദിച്ച് കൊളമാക്കിയാൽ ഇവിടെ അപകടം വരും. അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈമാനികമായ ആവേശമാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പ്രചോദകം. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇതാണ് ഒന്ന്. അപ്പൊ ഈ തരം അപകടങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഇത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. സനതുണ്ടെങ്കിലേ സ്വീകാര്യമാകൂ. മുടി തിരുശേഷിപ്പും തങ്ങളുടെ മുടിയാണെന്ന് അറിയുന്നത് ദീനാണ് എന്ന നിലക്ക് ദീനാ മുഖദ്ദിമ വെച്ചിട്ട് അതിന് സനത് വേണം. ഇത് രണ്ടും അബദ്ധമാണ്. മറ്റൊന്ന് പറയുന്നത് ഇത് കരിച്ചു നോക്കണം. കരിച്ചു നോക്കിയാ ബോധ്യപ്പെടും. നാടന്മാർക്കൊക്കെ അത് പാടായിക്കണ്. അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ടൊന്നും കാര്യമില്ല. എല്ലാ നാടന്മാർക്കും ഇത് തന്നെയല്ലേ പണി. ആരാണ് ഇതിനൊക്കെ വഴിവെച്ചത്? നാടന്മാര് മുഴുവൻ മനപ്പാടാക്കിയൊക്കെ ഓരോരോ കാക്കാമാര് ഇതൊക്കെ ഇങ്ങനെ പറയാം. എന്നാ കരിച്ചു നോക്കട്ടെ. കരിച്ചു നോക്കിയെങ്കിൽ തങ്ങളുടെ മുടിയാണെങ്കിൽ കരിയില്ല, അല്ലെങ്കിൽ കരിയും. അതിന് മറുവശത്തുനിന്ന് എന്താ പറയണേ? ഞങ്ങൾ ലത്തീഫിയത്ത് കരിക്കി, ഞങ്ങൾ ലത്തീഫിയത്ത് കരിക്കി. ഞാൻ മോശമാണെങ്കിൽ ഇജും മോശാടാ, എനിക്ക് വാപ്പല്ലെങ്കിൽ എനിക്ക് മാപ്പടോ എന്ന് പറയുന്ന ഭാഷ ഈ ഭാഷ. ഞമ്മളേന് സ്ഥലത്തില്ലെങ്കിലോ ഞമ്മക്ക് ആരുമില്ലെങ്കിലോ അത് ലത്തീഫിയത്തും അങ്ങനെയാണെന്നറിയാം. ഇനി അപ്പുറത്ത് കശ്മീർത്തും ഇങ്ങനെയാണെന്നല്ല. പിന്നെ ലോകത്ത് തിരുശേഷിപ്പുണ്ടോ? പിന്നെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ എന്റെ മുടിയെ ഉപദ്രവിച്ചാന്ന് പറയുന്നത് എന്തിനാ? തങ്ങളുടെ മുടി ഖിയാമത്ത് നാൾ വരെ ഇവിടെ ശേഷിക്കുന്നത് കൊണ്ടല്ലേ. ഇതിനൊക്കെയും സനദില്ലെങ്കിൽ സ്വീകാര്യമല്ല എന്നും നിങ്ങൾ ഓരോരോ വിഡ്ഢിത്തങ്ങൾ പറയുക, അതൊക്കെ തങ്ങളുടെ മുടിയാണെന്ന് തിരിയാനുള്ള മാർഗമാക്കി വെക്കുക, സ്വന്തം ജൽപ്പിച്ച് പറയുക, ഇതിനാണോ? അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ മുടിയാണെങ്കിൽ തീയത്തി വെച്ച കരിയിലാണ്. ഏത് കിതാബിലാ ഉള്ളത്? ഏത് കിതാബിലുണ്ട് ഇത്? ഒരു കിതാബിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആർക്കും വാദവും വേണ്ട. അത് ഇസ്ലാമിന്റെ ഒരു സിദ്ധാന്തവുമല്ല, നമ്മുടെ ഖസായിസിലും വിവരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റേതാണെങ്കിൽ കരിയില്ല എന്നറിയുന്നത്. അങ്ങനെ കിതാബിൽ പറയാത്തിടത്തോളം തിരുനബിയുടെ മുടി കരിച്ചു നോക്കിയാൽ തിരിയുന്ന പറയുന്ന ഭാഷ ശരിയല്ല. ചിലർക്ക് പറഞ്ഞിട്ടുണ്ട് എന്നറിയോ? തിരുനബിയുടെ മുടി പോലുള്ള തിരുശേഷിപ്പുകൾ വല്ല വീട്ടിലോ നാട്ടിലോ സൂക്ഷിച്ചു വെച്ചാൽ ആ വീടിന്റെ അകത്ത് കരിയലുണ്ടാവൂല, ആ വീട് സാധനങ്ങള് കരിയൂല, മുങ്ങൂല, അതിന് അപകടം വരൂല, മോഷണം ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരാൾ പറയാ, എടോ ആ മുടിയെന്നാടെ കൊണ്ടേക്ക്, എന്നിട്ട് ഞങ്ങളൊന്ന് കക്കോ നോക്കട്ടെ, കട്ടുകണോ എന്നാ തിരുനബിന്റെ മുടിയല്ലാന്നറിയാ. അതൊക്കെ ഫളായില് പറയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമുടികളും തിരുശേഷിപ്പുകളും വെച്ചാൽ അവിടെ പല മുസീബത്തുകൾ കാക്കപ്പെടുന്ന രീതി. അതിന് വെക്കണമെങ്കിൽ ഷർത്തുണ്ട്, വെക്കുന്ന ആൾക്ക് ഷർത്തുണ്ട്, ആ വെക്കുന്ന വീടുകൾ ഏതായിരിക്കണം നോട്ടുണ്ട്, കാലം എങ്ങനെയായിരിക്കണം നോട്ട്. ഇതൊക്കെ മൊയ്സത്തിൽ പല ഘടകങ്ങളും ഒക്കണം, ഖസായിസിന് പലതും ഒക്കണം. അതുകൊണ്ട് പണ്ടത്തെ കാലത്തൊന്നും നടന്നില്ല എന്ന് വെച്ചാൽ ഇപ്പൊ നടക്കൂല എന്നറിയുന്നത് വിഡ്ഢിത്താപ്പറുണ്ട്. വഹാബികൾക്ക് അതാ പറ്റിയത്. അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമുടി വെച്ചിട്ട് ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു തങ്ങളവരുടെ തൊപ്പിക്കുള്ളിൽ വെച്ച് പോരാടിയത് കൊണ്ടാണ് അവർക്ക് എല്ലാ യുദ്ധത്തിലും വിജയം വരിക്കാൻ കഴിഞ്ഞത് എന്ന് ഇപ്പോഴത്തെ നമ്മുടെ ചെറുശ്ശേരിയുടെ ഉപ്പാപ്പ പ്രസംഗിച്ചപ്പോ ആ പ്രസംഗത്തിനെതിരെ അന്ന് വഹാബികൾ പറഞ്ഞത് ഉഹുദിൽ നബി തങ്ങൾ തോറ്റോടിയപ്പോ തങ്ങളെ തലയിൽ മുടിയില്ലായിരുന്നു. മഹാനായ ശൈഖുന ഇത് ഉദ്ധരിക്കാറുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇമ്മാതിരി വിഡ്ഢിത്താപ്പളും പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമുടി ഖാലിദ് എന്നവരുടെ തൊപ്പിയിൽ വെച്ചപ്പം ഫത്ഹ് കിട്ടിയെങ്കിൽ ആ തിരുമുടി നരയിൽ നിറച്ചില്ലായിരുന്നു നബിന്റെ തലയിൽ. എന്നിട്ട് തങ്ങൾ ഉഹുദ് തോറ്റോടിയില്ലേന്നും പ്രയോഗം.
അതുപോലെ വഹാബികൾ വേറൊരാൾ പറഞ്ഞപ്പോ ആയിഷാ ബീവി ചാടിപ്പോയപ്പോ മുഹമ്മദ് നബി അറിഞ്ഞോ? ആയിഷാ ബീവി ചാടിപ്പോയപ്പോ മുഹമ്മദ് നബി അറിഞ്ഞോ? ആയിഷാ ബീവി ചാടിപ്പോകേ. എന്താ ഈ പറയുന്നത്? ഈ വഹാബിസമല്ലേ കുഫർ? ഈ പറയുന്ന തരമല്ലേ പ്രയോഗം? ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംഭവത്തിൽ നബി ഒയ് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വഹാബികൾ എപ്പോഴും പറയാ 1 മാസം അറിഞ്ഞില്ല എന്നാ പരീക്ഷണാർത്ഥം. ആ 1 മാസം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാ നബി ആയിഷാ ബീവി ഉപ്പയാണ് എന്ന് നബി ഇറക്കിയത്? അള്ളാഹ് അറിയിച്ചിട്ടല്ലേ? നമ്മൾ പഠിച്ചത് എങ്ങനെയാ? അള്ളാഹ് അറിയിച്ചിട്ടല്ലേ? നബി പറഞ്ഞിട്ടല്ലേ? ആ ഭാഗം ശ്രദ്ധിച്ചോ? ഇനി അല്ലെങ്കിൽ തന്നെ അള്ളാഹു ഏതെങ്കിലും മുഅ്ജിസത്ത് കൊടുക്കുമ്പോ നമ്മളെ വകയിൽ ഉണ്ടാക്കല. അതുകൊണ്ട് തന്നെ ഇത്തരം അബദ്ധമായ ചോദ്യങ്ങളൊന്നും പറയരുത്. ഇതൊക്കെ നമ്മൾ വിഷമുണ്ടാക്കും. മുഅ്ജിസത്തുകളും ഖസായിസുകളും ഒക്കെ പറയുമ്പോ അത് ഏതെങ്കിലും മനസ്സിലാക്കിയിട്ട് അതില്ലെങ്കിൽ അങ്ങനെ എന്നൊരു നിയമം പടക്കരുത്. ഫളായിലുകൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഇമാമുകൾ പറഞ്ഞ ഫളായിലുകൾ ഇവിടെ എന്താ ഉള്ളൂ? സമസ്ത സെക്രട്ടറി, ഔദ്യോഗികമായ സെക്രട്ടറിയാണ് വലിയൊരു സമ്മേളനത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് ഇത് കുട്ടികളൊക്കെ പാടി നടക്കുക. ഇയാളിത് കിതാബെന്ന് നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് വലിയ അബദ്ധമല്ലേ ഇത്? അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. സമസ്തയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയാന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ഖസായിസുൽ കുബറയിലെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിയുടെ ഒരു വിശദീകരണമുണ്ട്. എന്താ വിശദീകരണം? അഖ്റജ അബൂ നുഐമിൻ അൻ അബ്ബാദ് ബിൻ അബ്ദിസ്സമദ് ഖാൽ അതൈനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഞങ്ങൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നു. ഫഖാൽ, അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ അനസ് എന്നവര് വീട്ടിന്റെ അകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, യാ ജാരിയ ഹലുമ്മിൽ മാഇദ നതഗദ്ദ. ഞങ്ങളൊന്ന് പ്രഭാത ഭക്ഷണം കഴിക്കട്ടെ, ആ തീന്മേശയും സുപ്രയും കൊണ്ടുപോവാ. ഫഅതത് ബിഹാ, അപ്പൊ ഈ പെമ്പറിനോട് കൊണ്ടുവന്നു. തിന്നു കഴിഞ്ഞ ശേഷം സുമ്മക്കാൽ ഹലുമ്മിൽ മിന്ദീൽ, നമ്മളാ ചെറിയ കൈലേസില്ലേ, നമ്മൾ കൈ തുറക്കണ കൈലേസ്, ആ കൈലേസ് ഒന്ന് കൊണ്ടുപോവാ. ഫഅതത് ബി മിന്ദീലിൻ വസിഹിൻ, അപ്പൊ നല്ല അഴുക്ക് പോരണ്ട ചേറായ ഒരു മിന്ദീല് ഈ പെണ്ണ് കൊണ്ടുവന്നു, ഈ അടിമപ്പെണ്ണെ. ഫഖാല, അപ്പൊ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഷ്തിരി തന്നൂർ, ആ അടുപ്പൊന്ന് കത്തിക്ക്. ഫൗഖദതുഹു, അപ്പൊ അത് കത്തിച്ചു. ഫഅമറ ബിൽ മിന്ദീൽ, അപ്പൊ ഈ മിന്ദീൽ കൊണ്ട് ബഹുമാനപ്പെട്ട അനസ് എന്നവർ കൽപ്പിച്ചു. എന്തിന്? ഈ തീയിലിടാൻ. ഫതുരിഹ ഫീഹി, അപ്പൊ അതിലിട്ടു. ഫഖറജ അബിയള, അപ്പൊ അഴുക്കൊക്കെ പോയിട്ട് ഈ മിന്ദീൽ നല്ല വെളുത്ത മിന്ദീലായി വന്നു. ഫഖുൽനാ മാ ഹാദാ കഅന്നഹു ലബൻ, പാല് പോലത്തെ മിന്ദ് വെളുപ്പായി നിന്ന പാല് പോലത്തെ. ഫഖുൽനാ മാ ഹാദാ, ഇതെന്തു പുതുമാന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പൊ മൂപ്പർ പറഞ്ഞു, ഹാദാ മിന്ദീരുൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു ബിഹി വജ്ഹഹു. അല്ലാഹുവിന്റെ റസൂൽ അവിടത്തെ തിരുമുഖം തടവിയിരുന്ന മിന്ദീലാണിത്. അവിടത്തെ തിരുമുഖം തുടച്ചിരുന്ന മിന്ദീൽ, തിരുമുഖം തുടച്ചിരുന്ന മിന്ദീൽ. ഇത് ചളി പുരണ്ടാൽ സ്വനൈനാ ബിഹി ഹാകദാ, ഇതാണ് ഞങ്ങൾ അതിനെ കഴുകാൻ ചെയ്യാറ്. വെള്ളത്തിലിട്ട് കഴുകാറല്ല. കാരണം കാലപ്പഴക്കം ചെല്ലുമ്പോൾ വീണ്ടും നാശം വരാതിരിക്കാൻ ഞങ്ങൾ ഇതുകൊണ്ട് ഇതാ ചെയ്യാറ്. ഇത് അത്ഭുതകരമാണ്. കാരണം നബി തങ്ങൾ മാത്രമല്ല മറ്റ് നബിമാരുടെയും മുഖം തുടച്ച സാധനങ്ങൾ ഒരിക്കലും തീ തിന്നുകയില്ല. ഇത് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു തങ്ങളവർകൾ പറഞ്ഞ സംഭവം ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തന്റെ താരീഖിൽ പറഞ്ഞു, നമ്മുടെ സീറകളിലൊക്കെയും പറഞ്ഞു. ഈ പറയുന്നത് നബി തങ്ങളുടെ മുഖം തുടച്ച ഈ മിന്ദീരിൽ മാത്രമോ അല്ലെങ്കിൽ മുഖം തുടച്ചിട്ടുള്ള മുഖം തട്ടിയിട്ടുള്ള വസ്തുക്കളിൽ മാത്രമോ, അത് തുടക്കുന്ന വസ്തുക്കളിൽ മാത്രമോ പരിമിതമാണ്. എന്നാൽ തന്നെ ഇത് ഖണ്ഡിതമായ ഒരു വിശ്വാസ തത്വമല്ല. ഇത് വിശ്വസിച്ചില്ലെങ്കിൽ ഒരാൾ വഹാബിയാകൂല, കാഫിറു ആകൂല. അങ്ങനത്തെ കുറെ ഫളായിലുകളും മികവുകളും സ്ഥാനങ്ങളും നമ്മുടെ ഖസായിസിലുണ്ട്. ആ ഖസായിസിലുള്ളതൊക്കെ നിഷേധിച്ചാൽ ഒരാൾക്ക് വിശ്വാസം വേക്കൂല.
വിശ്വാസം പിഴക്കണമെങ്കിൽ മുജ്മഅ അലൈഹിയായി ഈ സമൂഹത്തിലെ ഇമാമുകൾ ഏകോപിച്ചിട്ടുള്ളത് നിഷേധിച്ചാലേ വിശ്വാസം പിഴക്കൂ. ഏതെങ്കിലും സ്വഹാബിമാർ അവരുടെ അഭിപ്രായമോ ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളോ ഏതെങ്കിലും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കിതാബിൽ പറയുന്നതോ എല്ലാവരും വിശ്വസിക്കൽ അനിവാര്യമായ, വിശ്വസിച്ചില്ലെങ്കിൽ കുറ്റം കിട്ടുന്ന അഖീദയല്ല. ഖസായിസിലെ മിക്കതും അങ്ങനെയല്ല. അങ്ങനെയുള്ള കൂട്ടത്തിൽപ്പെട്ട ഒന്നാണിത്. ആണെങ്കിൽ തന്നെ ഇത് മുഅ്ജിസത്തല്ലേ? ഈ മുഅ്ജിസത്തായിട്ടുള്ള സംഗതികളും ഖസായിസുകളും എങ്ങനെയാണ് അതിന്റെ അടിസ്ഥാന നിയമം? ബഹുമാനപ്പെട്ട ഇമാം സൈനി ദഹ്ലാൻ, രണ്ടാം ഇബ്നു ഹജർ എന്ന് മഹാനായ ശംസുൽ ഉലമാഇ വദ്ദീൻ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ, മഹാൻ വിശേഷിപ്പിക്കാറുള്ള ഇമാമാണ് സൈനി ദഹ്ലാൻ. അവർ തന്റെ സീറ നബവിയയിൽ നബി തങ്ങളുടെ മുഅ്ജിസത്തുകൾ പറയുന്ന കൂട്ടത്തിലായി ഇതെണ്ണിയത്. ഈ മുഅ്ജിസത്തുകളും ഖസായിസുകളും എവിടെ വന്നുവോ ഏത് വസ്തുവിൽ വന്നുവോ അതിൽ മാത്രം പരിമിതമാണ്. ഇതിലെ നുസൂസുകൾ ഖിയാസാക്കാൻ പറ്റൂല. ഇതിനോട് ചേർത്തിട്ട് നമുക്ക് നിയമം സംഗ്രഹിക്കാൻ പറ്റൂല. ഖിയാസ് ഈ ഫന്നിൽ സ്വീകാര്യമല്ല. ഇമാം നവവി ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ അഖീദയും ഇസ്ലാമിന്റെ നിയമങ്ങളും പറയുന്നതിന്റെ നിദാനശാസ്ത്രം വിവരിച്ച ഉസൂലുകളിലെല്ലാം ഇത് വിവരിച്ചിട്ടുണ്ട്. ഖസായിസുകളും മുഅ്ജിസാത്തുകളും ഖിയാസിന്റെ വിഷയമല്ല. വന്നതിൽ പരിമിതപ്പെടുത്തണം. അതിൽ നബി തങ്ങളുടെ ഈ മിന്തീരിൽ വന്നിട്ടുള്ള ഈ സ്ഥാനം നബിയുടെ മിന്തീരിൽ തന്നെയാണ്. ഇനി ബഹുമാനപ്പെട്ട അനസന്നവർ അതിനെ സാമാന്യവൽക്കരിച്ചിട്ട് മുഖം തൊട്ടിയിട്ടുള്ളതിലൊന്നും സംഭവിക്കൂല എന്ന് തന്റെ അഭിപ്രായം പറഞ്ഞു. മറ്റമ്പിയാക്കന്മാരുടെ മുഖം തട്ടിയതും തീതുന്നൂല എന്ന അഭിപ്രായം പറഞ്ഞു. അത് താൻ മനസ്സിലാക്കിയ പ്രമാണപ്രകാരം അഭിപ്രായം പറഞ്ഞതോ ഇതിൽ നിന്ന് കണ്ടെത്തിയ അഭിപ്രായ പ്രകാരമോ പറഞ്ഞതാണെങ്കിൽ അതുകൊണ്ട് വിശ്വാസ വിഷയം തെളിയൂല. തെളിഞ്ഞാലും ഇത് വിശ്വസിക്കേണ്ടതും നമ്മളിത് വിശ്വസിക്കും. കാരണം മനാഖിബുകള് ഫളായിലുകള് ഇതിലൊക്കെയും എത്ര ദുർബലമായ സനദിൽ ഉദ്ധരിക്കപ്പെട്ടാലും അത് വിശ്വസിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇസ്ലാമിന്റെ ഒരുപാട് ചരിത്രപാഠങ്ങളും സംസ്കാരവും നഷ്ടപ്പെട്ടു പോകും. ആഖിറത്തിലെ കൂലികളെ സംബന്ധിച്ച വിവരം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ വിഷയം മുഅ്ജിസത്ത് സംബന്ധിച്ച ഖസായിസ് സംബന്ധിച്ച വിഷയം വന്നിടത്ത് പരിമിതപ്പെടുത്തണമെന്നാണ് അതിന്റെ നിയമം. ഇതുകൊണ്ടാണ് ഇമാം സുയൂത്തി ഇതിന് തലക്കെട്ട് കൊടുത്തത്. നബി തങ്ങളുടെ ശരീരം തട്ടിയതോ നബിന്റെ ശരീരത്തിന്റെ അംശമോ കരിയിലാന്നല്ല. ഫായിദത്തുൻ ഫീ അദമി ഇഹ്തിറാഖിൽ മിൻദീലില്ലദി കാന യംസഹു ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജ്ഹഹു വഖുറൂജിഹി മിനൻ നാരി മുബിയല്ലാ. തങ്ങൾ മുഖം തുടച്ച ടവൽ കരിയാത്ത ഫായിദ. തങ്ങൾ മുഖം തുടച്ച ടവൽ തീയിലിട്ടപ്പം വെളുത്തു ശുഭ്രവർണ്ണമായി വന്ന വിദ്യ ഈ മുഅ്ജിസത്ത് വിവരിക്കുന്ന ഫായിദാന. ഇത് സാമാന്യവൽക്കരിച്ചിട്ട് മസാല അതുകൊണ്ട് ഇവിടെ കിട്ടിയതാരും കരിക്കല്ല. അത് കരിക്കരുത്. അത് പരീക്ഷണത്തിന്റെ മാർഗമല്ല. അങ്ങനെ ഒരു കിതാബിലും പറഞ്ഞിട്ടുമില്ല നബി തങ്ങളുടെ മുടി കരിയിലാന്ന്. അഭിപ്രായം പറഞ്ഞെങ്കിൽ അത് അഖീദയല്ല. ഇത് എവിടെ കണ്ടാലും ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് ഇത്തരം തത്വങ്ങൾ ഉണ്ടാക്കരുത്. നോക്കിങ്ങളൊന്ന്, ഇമാം അഹമ്മദും മറ്റും നിവേദനം ചെയ്ത ഒന്ന് അള്ളാന്റെ റസൂല് പറയുന്നത് ഈ ഖസായിസ് തന്നെ ഉണ്ട്. എന്താ? ലൗകാനൽ ഖുർആൻ ഫീ ഇഹാബിൻ മാ അകലതുഹുന്നാർ. ഈ ഖുർആൻ ഒരു തോലിലാണെങ്കിൽ ആ തോല് തീ തിന്നൂല. ശഫീഉനാ റസൂലുള്ളാഹി. നമുക്കിത് ഈ സംശയമില്ല. പക്ഷേ പൊണ്ണന്മാരുടെ കാല, നിഷേധികളുടെ കാലം, എന്താ മുഅ്ജിസത്ത്, എന്താ തങ്ങൾ പറഞ്ഞത് എന്ന് തിരിയാത്ത പൊണ്ണന്മാർ ഒരു തോലിൽ എഴുതിയിട്ട് നബിനെ കളവാക്കാൻ വേണ്ടിയിട്ട് ആ തോല് കൊണ്ടുപോയി കരിച്ചാൽ ഇത് കരിഞ്ഞു, അതുകൊണ്ട് ഇത് ഖുർആനല്ല, നീ ഹദീസ് കൊണ്ട് തെളിഞ്ഞു എന്ന് പറഞ്ഞാലോ? പേടിക്കണ്ടേ മുഅ്മിനീങ്ങളെ? പേടിക്കണ്ടേ നമ്മൾ? ഒരു തോലിൽ ഖുർആനാണെങ്കിൽ ഈ തോല് കരിയൂല. ഖാന റസൂലുള്ളാഹി. ആരാ പറയുന്നത്? ഇമാം അഹ്മദ് നിവേദനം ചെയ്ത ഹദീസ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട്. ഈ ഹദീസ് വെച്ചിട്ട് ഏതെങ്കിലും നിഷേധികളോ ഏതെങ്കിലും യുക്തിവാദികളോ അല്ലെങ്കിൽ വഹാബികൾ എന്നായിക്കോട്ടെ, നമ്മൾ വഹാബിയൊക്കെയായിട്ടൊന്നും മടിയില്ല, അങ്ങനെ വല്ല വഹാബികളും പറഞ്ഞിട്ട് ഒരു തോലിൽ എഴുതികാണ്ട് ഇത് ഖുർആനല്ല എന്നിട്ട് പറഞ്ഞാലോ? അതിനൊന്നും നിൽക്കരുതേ. അതുകൊണ്ടാകാം അന്ന് തന്നെ
ഇത് ഉദ്ധരിച്ചപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി പറയുന്നു, ഖാലബുൽ അസീർ ഫീ നിഹായത്തിൽ ഗരീബ്. ഇബ്നുൽ അസീർ പറയുന്നു, സക്കറ ബഅദുഹും അന്ന ഹാദാ മുഅ്ജിസത്തുൽ ലഹു ഫീ സമനിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖത്ത്. ഇത് നബിയുടെ ഒരു മുഅ്ജിസത്താണ്, പക്ഷെ നബി തങ്ങളുടെ കാലത്ത് മാത്രം പരിമിതപ്പെട്ട മുഅ്ജിസത്താണെന്ന് ചില ഇമാമിയങ്ങൾ പറഞ്ഞു. ഒന്നുകിൽ അങ്ങനെ മനസ്സിലാക്കണം, അല്ലെങ്കിലോ കുല്ലു കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി എന്ന് പറഞ്ഞ അതോ വലൗ അൻസൽനാ അലാ ജബലിൻ ലഖറൈതഹു ഖാശിഅൻ മുതസദ്ദിഅൻ എന്ന് പറഞ്ഞ അതോ വഴിപ്പെട്ടതാക്കണം. നമ്മളത് കണ്ടാണ്ട് ഒരു മുസാഹിബ് എടുത്തിട്ട് മലമ കൊണ്ടേങ്ങാണ്ട് മല പൊടിയണല്ലോ പറഞ്ഞാൽ പറ്റൂല. നമ്മളേതെങ്കിലും ഒരു ഖുർആൻ അച്ചടി ഷാപ്പ് കൊണ്ടേങ്ങാണ്ട് അച്ചടിച്ചു കൊണ്ടുവന്നിട്ട് ഈ ദുന്യാവിലെ മഷിയൊക്കെ കൂടി ഇഞ്ഞുണ്ടാകണ 7 ബഹറും കൂടി മഷിയാക്കിയാലും എഴുതാൻ കഴിയൂല അള്ളാന്റെ കലിമാത്ത് എന്നാ പറഞ്ഞ് ബഡിയല്ലേ മുസാഹിബിൽ എഴുതിയിരിക്കണ 600 പേജില് എന്നൊന്നും പറയരുത്. ഇതൊക്കെ നിഷേധമാണ്. അതുകൊണ്ട് ഈ തരത്തിലാണ് സംഗതികൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് വെയിലത്ത് കാട്ടി തെളിയിക്കണം, നേലുണ്ടാവൂല. ഇതൊക്കെ തത്വമായി വന്നാലോ മുഅ്മിനീങ്ങളെ, പിൽക്കാലത്ത് ഇതൊക്കെ തത്വമായി വന്നാൽ എന്ത് അപകടമാണ് ദീനിൽ. രണ്ടു കൂട്ടരും ഇതന്നെ പറയാ. എതിരാളികൾ രണ്ടു കൂട്ടരും പറയുന്നത് കേൾക്കുക. ഇതിലൊന്നും ഈക്കക്കാര് മാത്രമല്ല, ഇതിനെപ്പറ്റൊക്കെ കാമാന്ന് പറയാൻ ഏപ്പിക്കാരും മിണ്ടണില്ല. ഓരും വിചാരം തന്നെയാ. ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നാൽ ഈ രണ്ടു കൂട്ടരും ജഹല് തന്നെയും തോന്നിയാസം തന്നെയും ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനെ പടച്ചുവിടുകയോ? അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ അവരുടെ മുടി ആരെങ്കിലും കൊണ്ടുപോയി വെയിലത്ത് വെച്ചാൽ നേലുണ്ടാവൂല എന്ന്. അങ്ങനെ നബി തങ്ങളുടെ തലയിൽ നിന്ന് വേർപ്പെട്ട മുടിക്ക് നേലുണ്ടാവൂല എന്ന് ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഖസായിസിലും ഇല്ല, ആർക്കും തെളിയിക്കാനും കഴിയില്ല. അള്ളാഹുവിന്റെ റസൂൽ നടക്കുമ്പോൾ തങ്ങൾക്ക് നേലുണ്ടായിരുന്നില്ല ചന്ദ്രവെളിച്ചത്തിലും സൂര്യവെളിച്ചത്തിലും എന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന തങ്ങളെക്കുറിച്ചാണ് ആ പരാമർശം എന്നതിന് അതിന്റെ എല്ലാ അടയാളങ്ങളും തെളിവാണ്. എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കണില്ലേ ഇപ്പം റസൂല്? ഉണ്ട്. പക്ഷേ ഈ ഭൂമുഖത്താണ് നമ്മളെ സംസാരം. ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിന് വെയിലത്തോ ചന്ദ്രനിലോ നേലുണ്ടായിരുന്നില്ല എന്നുണ്ട്. ഇതുതന്നെ ഞാൻ പറഞ്ഞ പോലെ ഖസായിസാണ്. ഇതെന്നെ ഒരാൾ നിഷേധിച്ചു. തങ്ങൾക്ക് നടക്കുമ്പോ നേലുണ്ടായിരുന്നില്ല എന്ന് പറയുന്നതൊന്നുമില്ല, സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾ എന്താ ആകുക? അയാളെ കൊണ്ട് എന്ത് പറയും? നമ്മളെ നാട്ടിലെ വഹാബിയ അറിയാം, ഇത്രേ പറയാൻ പറ്റുള്ളൂ. നമ്മളെ നാട്ടിലെ വഹാബിയ ഇസ്ലാമാത്തിൽ മുബ്തദിയാവൂല. അയാൾ വിദേഹത്തുകാരനല്ല. കാരണം നബി തങ്ങളുടെ ശരീരത്തിന്റെ ഖസായിസുകളിൽപ്പെട്ട ഈ ഭാഗങ്ങൾ വിശ്വസിക്കൽ അനിവാര്യമല്ല, വിശ്വസിക്കൽ നിർബന്ധമായ അഖീദയല്ല. അഖീദയല്ല എന്നതിനർത്ഥം മുജ്മഅ അലൈഹി ആയ വിഷയമല്ല, പണ്ഡിതന്മാർക്കിടയിൽ ഏകകണ്ഠമായി അംഗീകരിക്കപ്പെട്ട വിഷയമല്ല ഇത്. ഇജ്മാഇന്റെ ഒരു കിതാബിലും ഇത് ഉദ്ധരിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്തു കാട്ടിയിട്ട് ഇത് വിശ്വാസയോഗ്യമല്ല എന്ന് പറയുന്ന തരത്തിൽ ആരെങ്കിലും ഞെളിഞ്ഞു വന്നാൽ അവർക്ക് ഇസ്ലാമിനെ പരിഹസിക്കാൻ ആരും വഴി കാണിച്ചു കൊടുക്കരുത്. അതുകൊണ്ട് തന്നെ ഇത് നബി തങ്ങളുടെ ശരീരത്തെപ്പറ്റി വന്നിട്ടുള്ളതാണ്. ശരീരത്തിൽ നിന്ന് വേർപ്പെട്ട മുടിയെ കുറിച്ച് അത് വെയിലത്ത് വെച്ചാ നേലുണ്ടാവൂല, അത് തങ്ങളുടെ മുടിയാണെന്ന് അറിയാനുള്ള മാർഗമാണ് എന്ന് ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. അതാരെങ്കിലും തെളിയിക്കുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതും ഈ കൂട്ടത്തിൽ വന്നവർ അബദ്ധമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഖസായിസിന്റെ വാക്ക് അന്ന റസൂലല്ലാഹി ലം യകുൻ യുറാ ലഹു ദില്ലും ഫീ ശംസിൻ വലാ ഖമർ قال ابن سبع من خصائصه أن ظله كان لا يقع على الأرض وأنه كان نورا فكان إذا مشى في الشمس أو القمر لا ينظر له ظل. വെയിലത്തോ അതുപോലെ ചന്ദ്രനിലാവിലോ തങ്ങൾ നടന്നാൽ നേര് കാണുമായിരുന്നില്ല, നബി നൂറാകുന്നു. അതുകൊണ്ട് തങ്ങളുടെ തിരുശേഷിപ്പിലുള്ള മുടിക്ക് ആ പറഞ്ഞ വിശേഷണമുണ്ട്, ഖസായിസുണ്ട് എന്ന് പറയാൻ ഖിയാസാണ് മാർഗം, നസ്സില്ല. അത് നമ്മൾ ചിന്തിച്ചുണ്ടാക്കി പറയാൻ പാടില്ല. നസ്സുകളൊക്കെ അങ്ങനെയാ വന്നെടുത്ത് നിൽക്കണം ഖസായിസ് മുഅ്ജിസാത്തിന്റെ ബാബിൽ. അതേപോലെ ഈച്ച ഇരിക്കൂല എന്നാലും അങ്ങനെ തന്നെ തങ്ങളെ ഭൂമേനയിൽ ഈച്ച ഇരിക്കൂലെന്നാ, വേർപ്പെട്ട് മുടിയിൽ ഈച്ച തിരുക്കൂലെന്നും പറഞ്ഞു കണ്ട് വല്ല പഞ്ചാരിയിൽ മുക്കി കണ്ട് തങ്ങളെ മുടി വെച്ചിട്ട് പരിശോധിക്കാതിരിഞ്ഞാല് എന്താ ഇതൊക്കെ കഥ? ഈ പറയണ പോലെ തന്നെ പറയണേ, എന്തെല്ലോ രാസപദാർത്ഥം ചേർത്താലും ഇപ്പൊ കരിയാതിരിക്കും. അതുകൊണ്ട് കരിയാതിരുന്നാലും, അതായത് ചെറുശ്ശേരി മൂപ്പര് സെക്രട്ടറി അവർ പറഞ്ഞ അനുസരിച്ച് നീ ആള് കരിച്ച അത്ഭുതം കാണിച്ചാലും വിശ്വസിക്കരുത്. കാരണം രാസപദാർത്ഥം ചേർത്തതാണ് എന്ന് പറയാന്നാ.
ആദ്യേ ഈ ജാതി തടയൊക്കെ കെട്ടിയിട്ട് ഓരോരോ തരം പറച്ചിൽ പറയുന്നതൊക്കെ എന്തിന്റെ ഭാഗ? വാശി തീർക്കുന്ന ഭാഗമല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് എന്നവർ മുടിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം തന്നെ മഹാനവരുടെ ചരിത്രത്തിലുണ്ട്. ഇമാം അഹ്മദ് അദ്ദേഹത്തെ വളരെ പീഡിപ്പിച്ച അബ്ബാസി ഖലീഫമാരിലെ കുറെ മുഅ്തസിലികൾ ഉണ്ടായിരുന്നു. ആ മുഅ്തസിലികളിൽപ്പെട്ട ഒരു ഖലീഫയാണ് ഖലീഫ മുഅ്തസിം. തന്നെ ജനസദസ്സിൽ കൊണ്ടുവന്നിട്ട് തന്റെ മുഖത്ത് ആഞ്ഞടിച്ച ആളാണ് മുഅ്തസിം. അങ്ങനെ അടിച്ചപ്പം മഹാനായ ഇമാം അഹ്മദ് എന്നവർ ബോധരഹിതനായി വീണു. ആ ബോധരഹിതനായി വീണ ആ സമയത്ത് ഇതൊക്കെ എന്തിനാ? അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ മഖ്ലൂഖാണ് എന്ന് സമ്മതിപ്പിക്കാൻ, അന്നത്തെ മുഅ്തസിലത്തിന്റെ ബിദ്അത്വാദം സമ്മതിപ്പിക്കാൻ, അതിനുവേണ്ടി പീഡനങ്ങളേറെ സഹിച്ച ഇമാമുസ്സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ പറയുന്നു, വകാന ഇൻദി ഇൻഷാറാത്തും മിൻ ശഅരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ അടുക്കൽ തങ്ങളുടെ തിരുമുകളിൽപ്പെട്ട ഏതാനും മുടിയുണ്ടായിരുന്നു. ഖദ് സ്വറർതുഹാ ഫീ കുമ്മി ഖമീസി, ഞാൻ എന്റെ ഖമീസിന്റെ അന്നത്തെ സൂക്ഷിപ്പ് ഉറയായ കുമ്മിൽ, അതായത് കയ്യിന്റെ അവിടത്തെ കാപ്പയിൽ ഞാൻ അതിനെ ബന്ധു ചെയ്ത് കെട്ടിവെച്ചിരുന്നു ബർക്കത്തെടുക്കാൻ. ഫജാഅ ബഅദുൽ ഖൗമി ഇലാ ഖമീസി, ഇവിടെ മുഅ്തസിമിന്റെ ഈ ഖമീസ് എടുക്കാൻ വേണ്ടി വന്നു. ലിയുഹർരിഖഹു, അത് കരിക്കാൻ വേണ്ടിയിട്ട്, നിന്റെ കുപ്പായം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കരിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഫഖാല ലഹുൽ മുഅ്തസിം, അപ്പൊ മുഅ്തസിം അദ്ദേഹത്തോട്, ആ വന്ന ആളോട് പറഞ്ഞു, ലാ തുഹർരിഖൂഹു, ആ കുപ്പായം കരിക്കണ്ട. വൻസിഉ അൻഹു, അദ്ദേഹത്തെ തൊട്ട് ആ കുപ്പായത്തെ നീക്കിയാ മതി, അഴിച്ചാ മതി, കരിക്കണ്ടെന്ന് പറഞ്ഞു. എന്നാ എന്താ, ഈ കുപ്പായം കഴിയുമ്പോ ഈ മുടി അവിടെ ഉണ്ടാവൂലേ? ഈ മുടി കരിയില്ലെങ്കിൽ ഒരുപാട് നേട്ടം കിട്ടൂലേ? ഇത് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ അപ്പം വിചാരിച്ചോ പറഞ്ഞോ കരിച്ചോട്ടെ എന്ന്? ഇല്ല. എന്നിട്ട് ഇത് സംബന്ധിച്ചാ പറയുന്നത് നമ്മുടെ ഇമാമുകൾ, വഇന്നമാ ദുരിഅനിൽ ഖമീസിൽ ഹുർഖ് ബിബറകത്തി ശഅരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ മുടികൾ സൂക്ഷിച്ചു വെക്കപ്പെട്ടു എന്നതുകൊണ്ട് ആ സൂക്ഷിച്ചു വെക്കപ്പെട്ട കുപ്പായം കരിഞ്ഞില്ല. ആ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഈ കരിവ് കാവൽ നൽകി. മുടി കരിയിലാന്നല്ല, മുടി വെച്ചതുകൊണ്ട് ആ കുപ്പായം കരിയൂലെന്ന ബർക്കത്തുണ്ടായി. എന്നാല് മുടിക്ക് ഏതായാലും ഉണ്ടാവൂലേന്ന് അത് കിയാസാക്കരുത്, അത് ഇതിൽ പാടില്ല. ഇത് ബാബ് മുഅ്ജിസത്തിന്റെ ബാബ്, ഖസായിസിന്റെ ബാബാ. ഖസാസ് മുഅ്ജിസത്തിന്റെ ബാബ് നുസൂസ് വന്നിടത്ത് നിർത്തണം. അതിന്റെ അപ്പുറത്ത് ഇങ്ങോട്ടും ആക്കിയ അനവധി തത്വങ്ങൾ പൊളിയും, അനവധി വിശ്വാസങ്ങൾ തകരും. അത് ശ്രദ്ധിക്കണം പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് ശരിയല്ല. പിന്നെ ഒന്നെന്താ, എണ്ണത്തിന്റെ ആധിക്യം. അത് നിങ്ങൾ സംശയിക്കണം, ഈ സംശയിച്ചോളി. അവിടുത്തെ ആധിക്യം ഞാൻ കണ്ടിട്ടില്ല. വിഷയം എന്ന് പറയണമെന്നാലും വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അബദ്ധം രണ്ടു പക്ഷത്തുണ്ട്. കാരണം ഞാനിത് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആരോപിക്കുന്ന കൂട്ടരും പറയുന്ന കൂട്ടരും അതിന് മറുപടി കൊടുക്കുന്ന കൂട്ടരും രണ്ടു കൂട്ടരും സമ്മതിക്കുക. അതൊക്കെ നമ്മൾ ഈ പറയുന്നതൊക്കെ രണ്ടു കൂട്ടരും സമ്മതിക്കുക. അതാണ് ഇതിലെ വിദ്യ കണ്ടത്. ഇനി ഇതേ പരമ്പരയും ഇതേ മക്കളും ഇവർ പഠിപ്പിക്കൊള്ളുന്ന മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളായിട്ട് വന്നിട്ട് ഇതൊക്കെ തത്വമായി ഇന്നും പ്രസംഗിച്ച് നടന്നാൽ എന്തെല്ലാം അബദ്ധങ്ങൾ ദീനിൽ വരും, സമൂഹത്തിലുണ്ടാകും. ഇതാണ് നമ്മുടെ പേടി. അതുകൊണ്ട് തന്നെ ഇതിന്റെ എണ്ണത്തിന്റെ ആധിക്യത്തെ കുറിച്ച് പറയുമ്പോ ഒരു കൂട്ടർ പറയണത് എന്താ, ആയിരക്കണക്കിന് മുടി, ഇത് എത്രത്തോളം കിട്ടണമെങ്കിൽ 2 കെട്ട് മുടിയുണ്ട്. ചിലവര് കൂട്ടി പറയുന്നുണ്ട് 5 കെട്ട് 10 കെട്ട് എന്നൊക്കെ. കണ്ടോല് ഞാനും കേട്ടു, കുറെ നീളണ്ട് മുടി, 2 കെട്ടുണ്ട്. 2 കെട്ട് മുടിണ്ട്, എണ്ണത്തിന്റെ ആധിക്യം വിഷയം. എന്നിട്ട് അതിനെന്താ പറയുന്നത്, തങ്ങൾ ഹജ്ജത്തുൽ വദായിൽ വെച്ച് മുടി വീതിച്ചു കൊടുത്ത നേരത്ത് 1 മുടി 2 മുടി 3 മുടിയൊക്കെ ഓരോരുത്തരും കിട്ടിയിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മുടിക്കെട്ടുകൾ ആരുടെ ആർക്കും സൂക്ഷിക്കുന്നുണ്ടോ ഇത് അവിശ്വസനീയമാകുന്നു എന്ന്. ഇങ്ങനെ പോയാൽ സനതുള്ള മുടിക്കും ഇത് ബാധകമാകും. ദീനിന് തെറ്റാ. കാരണം ഇതിന് മറുപടി പറയുന്നോ പറയണ എന്താ, അതൊക്കെ ഞാൻ അവിടെ പോയി ചോദിച്ചോ, ഞങ്ങൾക്ക് കിട്ടിയ ഒരു മുടിയാണ്, ഞങ്ങൾക്ക് കിട്ടിയ ഒരു മുടിയാണ്. എങ്ങനെ ആധിക്യണ്ടായി, എണ്ണം തോനുണ്ടായി? ഓരോ മുടി 2 മുടിയല്ലേ ഓരിച്ചു കൊടുത്തത്, പിന്നെങ്ങനെ എത്ര ആധിക്യം മുടി ഉണ്ടായി? അത് അവിടെ പോയി ചോദിച്ചോ, ഞങ്ങൾക്കറിയില്ല എന്നാ. ഇങ്ങനെ 2 കൂട്ടരും പറഞ്ഞാൽ 2 കൂട്ടരും വിവരം തിരിഞ്ഞല്ലോ. ചരിത്രം വായിച്ചിട്ടില്ല, ചരിത്രം വീതം വെച്ചതിന്റെ ചരിത്രം വായിച്ചിട്ടില്ല.
അത് ഇനിയെങ്കിലും വിവാദത്തിൽ ശ്രദ്ധിച്ച് പറയാൻ വേണ്ടിയാ പറയുന്നത്. അബദ്ധം പറയരുത്. നിങ്ങൾ നമ്മൾ തർക്കമുള്ള തർക്ക് തീർത്തോളി. ഇവിടുത്തെ വിഷയം ഞാൻ പറഞ്ഞ പോലെ മർക്കതിലിരിക്കുന്ന മുടി തങ്ങളുടെ മുടിയാണോ അല്ലേ? ഒറ്റ പോയിന്റിൽ അവസാനിപ്പത്. ഇയാൾ പല കളവും പറഞ്ഞെടുക്കണ മനുഷ്യനാ, അതുകൊണ്ട് ഞങ്ങൾ അത് വിശ്വസിക്കൂല എന്ന് പറഞ്ഞാൽ തന്നെ ആ വിഷയം തീർന്നല്ലോ. പറയേണ്ടവർക്ക് അത്രയല്ലേ പറയേണ്ടുള്ളൂ. നമ്മളതല്ല മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതിനെ തുടർന്നുകൊണ്ട് പല അബദ്ധങ്ങളും വന്നിട്ട് അത് ദീനായോ ദീനിന്റെ നിയമമായോ മാറിയാൽ വിഷയം അപകടകരമാണ്. അതാ വിഷയം. ഓരച്ചത് പഠിഞ്ഞിട്ടില്ല. ബുഖാരി ഓതുന്നുണ്ട് രണ്ടുകൂട്ടൊരു ഹദീസ്. ബുഖാരി ഓതിയിട്ട് പറയണ എല്ലാ മുടിയും വീതം വെച്ചു കൊടുത്തു എന്നാ. അല്ല, കെട്ട് സൂക്ഷിക്കാൻ മാത്രം മുടി വീതം വെച്ചു കൊടുക്കാതെ തന്നെ ഉണ്ട്. എങ്ങനെയാ ബുഖ ഉണ്ടായത്? ഒന്നാമത് ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂല് പലതവണ മുടി കളഞ്ഞിട്ടുണ്ട്. ഒറ്റവട്ടത്തെ മുടിയല്ല. ആ പലതവണയിൽ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുടി പിടിച്ചത് ഉംറയിലാ. അത് ഹജ്ജത്തുൽ വദായിലെ മുടിയല്ല. ഹജ്ജത്തുൽ വദായിലെ മുടി തന്നെ എങ്ങനെയാ ചരിത്രമുള്ളത്? അള്ളാഹുവിന്റെ റസൂല് പെരുന്നാൾ ദിനത്തിൽ മിനായിൽ വെച്ച് മുടി കളയുമ്പോ വലത്തെ കൈ കൊണ്ട് തന്റെ മുടിയുടെ ഭാഗം പിടിച്ചിട്ട് കാണിച്ചു കൊടുത്തു മുടി കളയുന്ന ആൾക്ക്. വലതുഭാഗം ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ തിരോരോമങ്ങൾ ഇയാൾ കളഞ്ഞപ്പോ, സ്വഹാബിവര്യൻ കളഞ്ഞപ്പോ, ഖാല റസൂലുള്ളാഹ് യാ അനസ് ഇൻദലിക ബിഹാദാ ഇലാ അബീ ത്വൽഹത വ ഉമ്മി സുലൈം. ഈ വലഭാഗത്തെ ഭാഗം അത്രയും ഉമ്മു സുലൈം ബീവിക്കും അബൂ ത്വൽഹക്കും കൊടുക്ക്. ഇത് അബൂ ത്വൽഹക്കും ഉമ്മു സുലൈം ബീവിക്കും മാത്രമുള്ളതാണ്. വേറെ ആർക്കും പങ്കില്ല, വിഹിതം വെപ്പില്ല. ഒരു ഭാഗത്തെ മുടി അത്രയും. കാല റിപ്പോർട്ടർ പറയുന്നു, അനസ് ഇബ്നു മാലിക് പറയുന്നു, വലഭാഗത്തെ മുടി അനസ് എന്നവരുടെ മാതാവ് ഉമ്മു സുലൈം ബീവിക്കും അവരുടെ ഭർത്താവ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനും മാത്രമായി നബി തങ്ങൾ കൊടുത്തപ്പോ തനാഫസൂ, ബാക്കി സ്വഹാബികൾക്ക് എല്ലാവർക്കും നബിയുടെ മുടി കിട്ടണമെന്നായി. അതിന് മത്സരമായി. ഫീ ബഖിയ്യതി ശഅരിഹി, ബാക്കിയുള്ള മുടിയിലാ മത്സരം. ഫഹാദാ യൗഖുദുൽ ഖുസ്ല വഹാദാ യൗഖുദു ശഅറാത്ത് വഹാദാ യൗഖുദു ശൈഅ. അതിൽ ചിലർക്കൊരു കൊട്ട് കിട്ടി, ഒരു മുടി കിട്ടി, 2 കിട്ടി, 3 കിട്ടി. ഇങ്ങനെയാ വിവിധം വെപ്പിൽ കിട്ടിയത്. അത് ഒരു ഭാഗത്തെ മുടിയാണ്. അഹ്മദും ബൈഹഖിയും നിവേദനം ചെയ്യുന്ന ഹദീസ്. മഹാനായ ഇമാം സൈനി ദഹ്ലാൻ നബി തങ്ങളുടെ ഈ ചരിത്രം വിവരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നു. ഖാല ഫിന്നൂർ വൽ ഹാസിലു അന്ന റിവായാത് ഇഖ്തലഫത് ഫീ മുസ്ലിമിൻ. അല്ല, ഇമാം ഹലബി തന്റെ അസീറത്തുൽ ഹലബിയയിൽ വിവരിക്കുന്നു. ഇതങ്ങനെ തന്നെ സീറ നബവിയിലും കാണുമായിരിക്കും. والحاصل أن الروايات اختلفت في مسلم ففي بعضها أنه أعطاه الأيسر وبعضها أنه أعطاه الأيمن. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഉമ്മു സുലൈമിനും അബൂ ത്വൽഹക്കും പ്രത്യേകം കൊടുത്തത് വലതുഭാഗത്തെ മുടിയാണോ ഇടതുഭാഗത്തെ മുടിയാണോ? റിപ്പോർട്ടുകളിൽ വ്യത്യാസമുണ്ട്. വറജ്ജഹ ഇബ്നുൽ ഖയ്യിം അന്നല്ലദി ഇഖ്തസ്സ ബിഹി അബൂ ത്വൽഹത ഹുവ അശ്ശിഖുൽ ഐസർ. ഇടഭാഗത്തെ മുടിയാണ് അബൂ ത്വൽഹക്ക് പ്രത്യേകം കൊടുത്തത്, വലഭാഗത്തെ മുടിയാണ് ഓഹരി ചെയ്തത് എന്ന് ഇബ്നുൽ ഖയ്യിം. ഖുൽതു അഖൂലു, ഞാൻ പറയട്ടെ, അല്ലദീ ഫീ മുസ്ലിം, മുസ്ലിമിലുള്ളത് ഖാലലിൽ ഹല്ലാഖി, നബിയുടെ മുടി കളയുന്ന ആളോട് തങ്ങൾ പറഞ്ഞു, ഹാ എടുത്തോ. വാശാറ ബിയദിഹി ഇലാ ജാനിബിഹിൽ അയ്മൻ, വലതുഭാഗത്തേക്ക് ചൂണ്ടി. ഫഖസമ ശഅറഹു ബൈന മൻ യലീഹി, അത് നബിയുടെ സമീപത്തുള്ളവർക്കൊക്കെ ഊരക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കൊടുത്തു, ഓഹരി ചെയ്തു. വഅശാറ ബിയദിഹി ഫവസ്സഹു ശഅറത വശഅറതൈനി, അതൊരു മുടി 2 വീതി എങ്ങനെ കൊടുത്തു. ഇടഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഫഹലഖഹു, അതിനെയും കളയാൻ കൽപ്പിച്ചു, കളഞ്ഞു. ഫഅഅതാഹു ലി ഉമ്മി സുലൈം, ഈ ഇടഭാഗത്തെ മുടി അത്രയും ഉമ്മു സുലൈമിനാ കൊടുത്തത്. വഫീ റിവായത്തിൻ ഖാല ഹാഹുനാ അബൂ ത്വൽഹ, ഒരു റിപ്പോർട്ടിൽ ഇവിടെ അബൂ ത്വൽഹ ഉണ്ടോന്ന്. വഫീ ലഫ്ലിൻ, വേറെ റിപ്പോർട്ടിൽ അയ്ന അബൂ ത്വൽഹ, എവിടെ അബൂ ത്വൽഹ എന്ന്. ഏതായാലും ഉമ്മു സുലൈമും അബൂ ത്വൽഹയും ഭർത്താവും ഭാര്യ, ഓൾ രണ്ടാളും സമീപത്തുണ്ട്. ഫദഫഅഹു ഇലാ അബീ ത്വൽഹ,
ആ ഭാഗം അബൂ ത്വൽഹക്ക് സ്വന്തമായി കൊടുത്തു. അപ്പൊ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമ്മു സുലൈമിന്റെയും ശേഖരത്തിൽ ഒരു ഭാഗത്തെ മുടികൾ അത്രയുമാണ്. ബാക്കി ഭാഗേ വിതരണം ചെയ്തിട്ടുള്ളൂ. എണ്ണത്തിൽ പേടിച്ചണ്ട, എണ്ണത്തിൽ പേടിയെന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇത് നമ്മൾ വിവാദ മുടിയെ സംബന്ധിച്ചല്ല, അത് നിങ്ങൾ വേറെ തീർത്തോ പ്രശ്നം. എണ്ണ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കരുത്. 2 കെട്ടുണ്ടാകാൻ പറ്റിയ മുടിയാ. കാരണം തങ്ങളുടെ മുടി 4 കെട്ടേനു. കെട്ടിടുമ്പോ മുടഞ്ഞിടുമ്പോ 4 മുട. അങ്ങനെയുണ്ടോ തങ്ങളെ മുടി? ആ മുടഞ്ഞിടുമ്പോ 4 മുടയിലാവുമ്പോ 2 ഭാഗം ഒരു ഭാഗത്തും 2 ഭാഗം ഒരു ഭാഗത്തുവാ. അപ്പൊ 2 കെട്ടുണ്ടായി എന്നാ മോശല്ല. അബൂ ത്വൽഹത്തുൽ അൻസാരി ഖസ്റജിയാണ്. അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഖസ്റജിയായ സ്വഹാബിയാണ്. അതുകൊണ്ട് ഖസ്റജ് കുടുംബത്തിന്റെ അടുക്കൽ ഇത്ര മുടിയുടെ ആധിക്യം വന്നെങ്കിൽ നബി തങ്ങളുടെ സേവകനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവെന്ന നിലക്കും തന്റെ റദാഅവയ്ക്കുള്ള സഹോദരിയായ ഉമ്മു സുലൈം എന്ന നിലക്കും അവർക്ക് പ്രത്യേകം ബറക്കത്തിന് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാനോ പരമ്പരാഗതമായി സൂക്ഷിക്കാനോ സവിശേഷം നൽകിയതാണ്. പൊതുവിതരണത്തിന് ഒരു ഭാഗത്തെ മുടി മാത്രമേ ഉള്ളൂ. ചരിത്രം പഠിക്കണം, സീറകൾ വായിച്ചു പഠിക്കണം, എവിടെയെങ്കിലും റിപ്പോർട്ട് വായിച്ചു പഠിച്ചു പറയരുത്. മറ്റൊന്ന് നീളത്തിന്റെ ആധിക്യം. ഇത് നമ്മൾ കണ്ടിട്ടില്ല. നല്ല നീളുണ്ട് എന്നുള്ള എല്ലാവരും പറയുന്നുണ്ട്. നെറ്റിലെ നീളമൊന്നും നമുക്ക് അറിഞ്ഞൂടാ. കാരണം നെറ്റൊക്കെ ഓരോരുത്തരും കേട്ടും പിടിച്ചു. അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളി. കണ്ടവർ പറയുന്നു. എന്റെ ചില അടുത്ത സുഹൃത്തുക്കൾ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നവർ പറഞ്ഞത് കഴിഞ്ഞ റബീഉൽ അവ്വൽ കണ്ടു എന്നൊരു സുഹൃത്ത്. എനിക്ക് അദ്ദേഹം വിശ്വാസയോഗ്യനാ. അദ്ദേഹം പറഞ്ഞത് കുറച്ച് നല്ല നീളുണ്ട് എന്ന്. ആയിക്കോട്ടെ, നല്ല നീളുണ്ട്. എത്രത്തോളം നീളാകാ അത് നിങ്ങൾ നോക്കിക്കോളി. ഈ നീളം പറയുമ്പോഴും പറയണ എന്താ? നീളാം നീളാം, മൊയ്സത്ത് കണ്ട് നീളാം എന്നാണ്. ആരാ? മഹാനായ അബ്ദുൽ വലി ബിൻ ആബിസി റളിയല്ലാഹു അൻഹു. മറ്റേത് 2 കൂട്ടർ ഇത്തിഫാക്ക്. ചെവിന്റെ ബട വരെ തങ്ങളെ മുടിയുള്ളൂ. അതിന് 2 കൂട്ടർ ഇത്തിഫാക്ക്. എന്താ മട്ടം? എന്താ മട്ടം? അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമുടിയുടെ നീളം ചെവിക്കൊപ്പം വെട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 2 കൂട്ടരും ഏകോപിച്ച് സമ്മതിച്ചാൽ അതിനപ്പുറം നീളമുള്ളതൊന്നും തങ്ങളുടെ മുടിയല്ല എന്ന് കായിക വരൂലേ? അങ്ങനെ പറയാൻ പറ്റുമോ? വിഷയം നമ്മുടെ കിതാബിൽ ചർച്ച ചെയ്തിട്ടില്ലേ? ഉണ്ട്. നോക്കി, ഇമാം സൈനി ദഹ്ലാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയുടെ നീളത്തെ കുറിച്ച് വിവരിക്കുന്നു. അബൂ ത്വാലിബിന്റെ മകൾ ഉമ്മു ഹാനി ബീവിയെ തൊട്ട് തുർമുദി നിവേദനം ചെയ്തു. അന്നഹാ ഖാലത്ത് ഖദിമ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ്മ തഅനി യൗമ ഫത്ഹി മക്ക. മക്കം ഫത്ഹിന്റെ അന്ന് ഞങ്ങളുടെ മേൽ റസൂലുള്ള മുന്നിട്ട് വന്നു. വലഹു അർബഉ വദാഇർ. തങ്ങൾ 4 മുടിക്കെട്ടുകൾ മടഞ്ഞിട്ടതുണ്ട് മുന്നിലേക്ക്. അങ്ങനെ നിബിതങ്ങൾ ചിലപ്പം ചെയ്യും. ഐബു, മുന്നിലേക്ക് തൂക്കിയിട്ട മുടികൾ മുടഞ്ഞിടുക. പെണ്ണുങ്ങളതിനോ മുടഞ്ഞതേനോ എന്നൊക്കെ ചോദിക്കണില്ലേ? തങ്ങൾ മുടഞ്ഞിടും. ചിലപ്പോ യാത്രാവേളയിൽ നിബിതങ്ങൾ മുടി പരിക്കാകാതിരിക്കാനും നന്നാകാനും, വിശേഷിച്ച് ഇഹ്റാമുമായിട്ട് ബന്ധപ്പെടുമ്പോ മുടികൾക്ക് മറ്റ് നാശങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകിച്ചും തങ്ങൾ ചിലപ്പോൾ മുടഞ്ഞിടാറുണ്ട്. ഇത് റിപ്പോർട്ടാ. തുർമുദിയിലുണ്ട്, അബൂദാവൂദിലുണ്ട്. ഇങ്ങനെ മുടഞ്ഞിട്ട് ഈ മുടിയുമായി വന്നു. ഫീ റിവായത്തിൽ ലഹാ റഅയ്തു റസൂലല്ലാഹി ലാ വഫായിറ അർബഇൻ. 4 വഫായിറുകൾ മുടഞ്ഞിട്ട മുടകൾ നബി തങ്ങളുടെ മുടിക്കുണ്ടായതായി ഞാൻ കണ്ടു. ഖാല ഫീ ശർഹിൽ മസാബിഹ്. ശർഹുൽ മസാബിഹിൽ ഇതിനെപ്പറ്റി പറയുന്നു. ലം യഹ്ലിഖ് റസൂലു റഅസഹു ഫീ സിനിൽ ഹിജ്റതി ഇല്ലാ ആമൽ ഹുദൈബിയ ثم ആമൽ ഖളാ ثم ഫീ ഹജ്ജത്തിൽ വദാ. നബി തങ്ങളുടെ ഹിജ്റയുടെ കൊല്ലങ്ങളിൽ മദീന ജീവിതത്തിൽ നബി തങ്ങൾ മുടി കളഞ്ഞിട്ടില്ല. ഒന്ന് ഹുദൈബിയയുടെ കൊല്ലത്തിൽ, ഹുദൈബിയയിൽ വെച്ച് കളഞ്ഞത്. ثم ആമൽ ഖളാ, പിന്നെ ഹുദൈബിയയിലെ സന്ധി പ്രകാരം തൊട്ടടുത്ത കൊല്ലം ഉംറ ചെയ്യാൻ വന്നപ്പോ അന്ന് കളഞ്ഞത്. ثم ഫീ ഹജ്ജത്തുൽ വദാ, പിന്നെ ഹജ്ജത്തുൽ വദായിലും. 3 കളച്ചിലാണ് മദീന ജീവിതകാലത്ത് നബി മുടി കളഞ്ഞത്. فليعتبر الطول والقصر منه بالمسافات الواقعة منه في تلك الأزمنة. ആ കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ മുടി നീണ്ടിരിക്കും, ചിലപ്പോൾ കുറഞ്ഞിരിക്കുന്നു മനസ്സിലാക്കാലോ. അതായത് ഹിജറ വന്നതിന്റെ ശേഷം അള്ളാഹുവിന്റെ റസൂൽ ഹുദൈബിയയിൽ വരുന്നവരെ മുടി കളഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല് അതിന്റെ ശേഷം പിന്നെയാണെങ്കിലോ നബി തങ്ങൾ ഉംറത്തുൽ ഖളാഇന് വരുന്ന കൊല്ലത്തിലേ കളഞ്ഞിട്ടുള്ളൂ.
പിന്നെ ഹജ്ജത്തുൽ വദാഇലാണ്. അപ്പൊ തൂലും കിസറും സംബന്ധിച്ച റിപ്പോർട്ട് വ്യത്യാസം അതിന്റെ സമയത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ചുകൊണ്ട് കണക്ക് നോക്കപ്പെടേണ്ടതാണ്. ഹജ്ജത്തുൽ വിദായിൽ കളഞ്ഞതിന്റെ ശേഷം നബി വഫാത്താകുന്നത് വരെയുള്ള സമയമാണ് ഏറ്റവും ചുരുങ്ങിയ മുടി തങ്ങളുടെ തലയിൽ നിന്നിരിക്കുക. കാരണം 3 മാസം കഴിഞ്ഞപ്പോ തങ്ങൾ വഫാത്തായല്ലോ, അപ്പൊ 3 മാസത്തെ മുടിയുള്ളൂ. അപ്പൊ അതിന്റെ മുമ്പ് എത്ര മുടി നീളുണ്ടാവും? കെട്ടിട്ട് മുടഞ്ഞിട്ട് വന്നത് എന്തിനാ? ഇത് ബഹുമാനപ്പെട്ട സീറത്തുൻ നബവിയ്യ 3-ാം വാള്യം 253-ാം പേജിൽ മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ തന്റെ ഫത്ഹുൽ ബാരി ബാബു തൽബീദിലും നബിയുടെ മുടിയെ സംബന്ധിച്ച് വരുന്നത് വിവരിച്ചിട്ടുണ്ട്. മഹാൻ പറയുന്നത് നോക്കൂ, വമാ ദല്ല അലൈഹിൽ ഹദീഥു മിൻ കൗനി ശഅരിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇലാ ഖുർബി മൻകിബൈഹി. നബിയുടെ മുടി ചുമല് വരെ അടുത്ത് നിൽക്കുന്നതും കാതിന്റെ തൊട്ടി വരെ നിൽക്കുന്നതും എന്ന് പറഞ്ഞത് കാന ഗാലിബ അഹ്വാലിഹി, അതിന്റെ മികച്ച സമയമാണ്, മികച്ച രൂപം അങ്ങനെയാണ്. വകാന റുബ്ബമാ ത്വാല, ചിലപ്പോൾ അത് നീളാറുണ്ട്. ഹത്താ യസീറ ദുവാബ, മുന്നിൽ മുടഞ്ഞിടപ്പെടുന്ന നല്ല മുടഞ്ഞ മുടിക്കെട്ടാകും വരെ ചിലപ്പോൾ നീളാറുണ്ട്. വയുത്തഖദ മിൻഹു അഖായിസു വളഫായിറു, മുടിക്കെട്ടുകൾ പിന്നിക്കും മുന്നിക്കും തൂക്കുന്ന വിധത്തിലുള്ള മുടിക്കെട്ടുകൾ നബി മുടഞ്ഞിടുന്നത് വരേക്കും ചിലപ്പോൾ നീളാറുണ്ട്. കമാ അഖ്റജ അബൂ ദാവൂദ വത്തുർമുദിയു, അങ്ങനെ തുർമുദിയും അബൂ ദാവൂദ് നിവേദനം ചെയ്തിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലായ്പ്പോഴും കാതിന്റെ വിവരായിരുന്നു എന്ന് പഠിക്കരുത് എന്ന് ആര്? ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ ബാരി കിതാബിൽ ഇക്കോലം വിവരിച്ചിട്ട് എന്നും നബിന്റെ നീളുണ്ടായില്ല, നീളുണ്ടോന്ന് നീ ചിന്തിക്കേണ്ടത് ഇതിലും നീളുണ്ടോ ആ മുടിയുന്ന? അതിന് ഞാനാണല്ല, ആ തർക്കത്തിക്ക് ഞങ്ങൾക്കില്ല. കാരണം ഇതൊക്കെ അളക്കാനും പിടിക്കാനും എല്ലാത്തിനും പറ്റുന്ന കാല. ഈ സമയത്ത് നിങ്ങൾ നോക്കി, ഇപ്പൊ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന മതപരമായ അബദ്ധങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കപ്പെടുന്ന ന്യായങ്ങളൊക്കെയും ഞാനിവിടെ വിവരിച്ചു. ഇനി ഇവിടെ അവശേഷിക്കുന്ന വിഷയം അഹ്മദ് മുഹമ്മദ് ഖസറജി എന്ന് പറയുന്ന ആൾ, അയാൾ കൊടുത്തോണ്ട് കുടുങ്ങിയെന്നാണ്. അയാളുടെ വീട്ടിൽ സൂക്ഷിക്കപ്പെട്ട മുടി തിരുറസൂലുള്ളാഹിന്റെ മുടിയാണോ? അതിന് സനതുണ്ടോ? അതിന്റെ നീളം നബിയുടെ മുടിക്ക് പറഞ്ഞ നീളത്തിന്റെ ഒക്കെ എത്രയോ അപ്പുറമാണോ അല്ലേ? ഇതൊക്കെ നോക്കിയിട്ട് അതൊക്കെ തീരുമാനിക്കാൻ വേണ്ട വിഷയത്തിൽ ഞങ്ങൾക്ക് പ്രവേശനം ഇല്ല. അതിന് വളരെ എളുപ്പമാണല്ലോ. മുടി കൊണ്ടെന്ന് കൊടുത്ത് എ.പി. അബൂബക്കർ മുസ്ലിയാർ ഇവിടെയുണ്ട്. മുടി കൊടുത്ത അഹ്മദ് മുഹമ്മദ് ഖസർജി ഇപ്പുണ്ട്, പോയിട്ടൊന്നുമില്ലല്ലോ. ഇനി മരിച്ചാലേ പേടിയുള്ളൂ. രണ്ടാളും ഉണ്ട്. രണ്ടാളുടെ കയ്യിലും പരമ്പര ഉണ്ടോ അല്ലേ വിഷയം തീരുമാനിക്കുക. ഇപ്പൊ എന്തേ തീരുമാനിക്കാൻ കഴിയായുള്ളൂ? എ.പിക്കാർ ഫോൺ ചെയ്ത് കൊടുക്കൂല, ഫോൺ ചെയ്ത് മുടിയിൽ സനത് കിട്ടണമെന്നാ അതിന് കൊടുക്കൂല, ഇവിടെ വന്നോട്ടെ എന്ന് പറയുന്നു. മറ്റേ കൂട്ടർ പറയുന്നത് എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചൂടാ, എന്തുകൊണ്ട് പറഞ്ഞൂടാ, മുദ്ദയല്ലേ തെളിവുണ്ടുണ്ട്, അതുകൊണ്ട് ഓലല്ലേ കൊടുക്കണ്ടേ, ഞങ്ങൾക്ക് നോക്കണ്ട, ഞങ്ങൾ സത്യം ചെയ്താൽ മതി നോക്ക. എന്ത് ബയ്യനത്ത് മുദ്ദയപ്പെടെ, എന്ത് തർക്ക അവിടെ, ഏത് കാലം അവിടെ, എന്ത് ഹുസൂമത്ത് അവിടെ, എന്താ ഈ ഹദീസൊക്കെ അസ്ഥാനത്തും സ്ഥാനത്തും ഓതുക ഓരോന്നും വിഷയം അറിയാതെ. നിങ്ങൾ പൊല്ലാപ്പുണ്ടാക്കുക, നിങ്ങൾ വിവാദം ഉണ്ടാക്കുക, എന്നിട്ട് രണ്ടു കൂട്ടരും തർക്കിക്കുക. ഇതിനൊക്കെ പിന്നെ അൽബയ്യനത്തു അലൽ മുദ്ദഈ വല്ലമീനു അലാമൻ അങ്കറാന്നും പറഞ്ഞവർക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സമൂഹവും സമുദായവും ചിന്തിക്കേണ്ടത് ഈ വിഷയത്തിൽ ഇനി ഇവർ രണ്ടുപേരും കൂട്ടരും നടത്തുന്നത് നാടകമാണ്, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള തർക്കമാണ്. ആ തർക്കത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ തിരുമുടിയാണ് അതെന്നതിന് സനദ് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് വിശ്വാസമാകൂ എന്ന് ഏതെങ്കിലും ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് പല സാഹചര്യം ഉണ്ടല്ലോ. ഒന്നാമത് മർക്കസിനാണത് വെച്ചത് തന്നെ, അത് സാഹചര്യമാണ്. മറ്റൊന്ന് അഹ്മദ് മുഹമ്മദ് ഖസറജി കൊടുന്നു കൊടുത്തു എന്നറിയുന്നത് വേറൊരു സാഹചര്യമാണ്. അതാണെങ്കിൽ നീളണ്ട് എന്ന് പറയുന്നത് വേറൊരു സാഹചര്യമാണ്. അത് കിന കണ്ടിട്ടാണോ എന്ന് പറയുന്നത് മറ്റൊരു സാഹചര്യമാണ്. ഇങ്ങനെ പല തരത്തിലുള്ള സാഹചര്യ തെളിവുകൾ പ്രകാരം ഈ മുടി തിരിയണമെങ്കിൽ സനത് വേണമെന്നാ വാദിക്കുന്ന വെച്ചാൽ അങ്ങനെ പറഞ്ഞോ, അതിന് നമുക്ക് കുഴപ്പമില്ല. അപ്പൊ വാദം അവിടെ എത്തി. ദീനിന് കുഴപ്പമില്ല, ദീനിൽ അബദ്ധം വരൂല. ഈ മുടി ായതുകൊണ്ട് ഞങ്ങൾക്ക് ശരത് വേണം അങ്ങനെ പറഞ്ഞോളി, വിഷയമല്ല. അങ്ങനെ പോവുകയല്ലാതെ രണ്ടു കൂട്ടർ അതല്ല രസം കേട്ടു നോക്കിയാൽ വിമാനക്കൂലി എടുക്കാൻ നമ്മൾ തയ്യാറാ. രണ്ടു കൂട്ടരും യാത്രക്കൂലി കൊടുക്കാൻ എത്ര ആള് വന്നാലും രണ്ടു കൂട്ടരും തയ്യാറാ. അതിങ്ങനെ കേട്ടാല് ഞരമ്പിന്റെ കൂടെ ഇങ്ങനെ കേളും.
രണ്ടു കൂട്ടർക്കും പണം ഇഷ്ടമാതിരിയാണ്. ഇഷ്ടമാതിരി പണം സൂക്ഷിച്ചിട്ട് സമുദായത്തിന്റെയോ സമൂഹത്തിന്റെയോ പണം അവനാന്റെ കീശിന്നായി തരാന്നറിയുന്നത്. സംഘടനാ പണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തർക്കം ഉണ്ടാക്കിയിട്ട് തീർക്കാനുള്ളതാ. ആപട്ടഞ്ഞ് ഏതെങ്കിലും വയലാളിനെ പിടിച്ച് കിട്ടാച്ചാ കിട്ടിച്ചോടി. ആ പണം കൊടുക്കാൻ രണ്ടു കൂട്ടരും തയ്യാറാണ്. നിങ്ങൾക്ക് വേഗം നോക്കിയാൽ പോരെ ഇടപാട്. രണ്ടു കൂട്ടരും തമ്മിൽ കടിപിടിയായിട്ട് പ്രശ്നമാണെങ്കിൽ പറഞ്ഞോ, ഞങ്ങൾ വേണോ? ഞങ്ങൾ രണ്ടു കൂട്ടരുടെയും ഇടയിൽ ഇറങ്ങണമെന്ന് രണ്ട് കക്ഷികളും ആവശ്യപ്പെട്ടിട്ട് മൂന്നാം കക്ഷിയെ വെച്ചിട്ട് ഈ പ്രശ്നം തീർക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ ഭാഗവും പറയട്ടെ. നമ്മളെ കേരളത്തിൽ മലബാറില് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഒരു മൂല്യം ണ്ടല്ലോ. അപ്പൊ തുകയില്ല. അപ്പൊ അവരെ വെച്ചിട്ട് ഈ പ്രശ്നം തീർക്കാൻ അങ്ങോട്ട് കൂടി ചർച്ച ചെയ്തെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ അതിന് ഇടയിൽ നിൽക്കാൻ തയ്യാറാണ് എന്ന് എന്റെ കാര്യം എനിക്ക് പറയാം. അത് ഞങ്ങളല്ലേ തന്നെ തർക്കം തീർക്കാൻ സുന്നി ജമാഅത്ത് എന്നൊരു സംഘടനയുണ്ട്. അതിന്റെ പ്രസിഡന്റ്, അതിന്റെ ഖജാൻജി, അതിന്റെ സെക്രട്ടറി, ഓർഗനൈസിംഗ് സെക്രട്ടറി നമ്മുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ സുന്നികൾ ഏകീകരിച്ചുകൊണ്ട് തന്നെ വഹാബിയത്തിനെതിരെ നീങ്ങണമെന്ന് പറയുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യ തർക്കമുണ്ടാക്കി നടക്കുന്നത് ശരിയല്ല. ആ കൂട്ടത്തിൽ വലിയ തർക്കം സ്വപ്നകഥകൾ ഇഷ്ടമാതിരി. അല്ലല്ലോ, ഓരോരുത്തരും ഇങ്ങോട്ട് കണ്ടിട്ട് അള്ളാന്റെ റസൂലിനെ കണ്ട് അള്ളാന്റെ റസൂല് കൊടുക്കാൻ പറഞ്ഞു നിർത്തം. ഒരു മൊഴിയായിരിക്കും ഇതെന്നെ പണി, തന്നെ വേറൊരു പണി ലാക്ക് വിഷയം മുഴുവൻ ഏപ്പിനാരോ സ്വപ്നം കൊണ്ട് ആ മൂല്യത്തിനോട് പറഞ്ഞേക്കണ്, മറ്റേ മൂല്യത്തിനോട് പറഞ്ഞേക്കണ്, ഈ ഷെയ്ഖിനോട് പറഞ്ഞേക്കണ്, ഇന്നോട് പറഞ്ഞേക്കണ് എന്ന് പറയും. ഇത് പറഞ്ഞിട്ട് ഇതല്ലേ ആർക്കാണ് ഇതൊക്കെ കേൾക്കേണ്ടത്? നിങ്ങൾ ഏത് സമുദായത്തിലെ മധ്യത്തിലാണ് ജീവിക്കുന്നത്? സമൂഹം ഏതാണിത്? കള്ളശൈഖുമാരും ഓരോരോ ത്വരീഖത്തുകാരും അവരുടെ ഷെയ്ഖിന്റെ ഫോട്ടോയും അവരുടെ ഷെയ്ഖിന്റെ സ്വപ്നകഥകളും പറഞ്ഞുകൊണ്ട് അവരുടെ സ്വപ്നത്തെ ആധാരമാക്കി ലക്ഷ്യം വെച്ചുകൊണ്ട് തോന്യാസങ്ങൾ കളിച്ച് നടക്കുമ്പോൾ സ്വപ്നം ഉണ്ടാക്കി കൊടുക്കൽ തന്നെ ശൈത്താൻ സേവ വെച്ചിട്ട് പോലും ചിലരുടെ പണിയാക്കി നടക്കുന്ന കാലത്ത് ഇത്തരം അബദ്ധവാദങ്ങളും സ്വപ്നകഥകളും പറഞ്ഞിട്ട് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാണോ? സ്വപ്നങ്ങളെ സംബന്ധിച്ചൊന്ന് പഠിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടാൽ അത് നല്ലൊരു ഭാഗ്യമാണ്. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. എതിരൊന്നുമില്ല. പക്ഷേ കണ്ടോന്റെ പേവ് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടും അതിനെപ്പറ്റി നിർഭയത്വമില്ലാത്തത് കൊണ്ടും സ്വപ്നത്തിൽ കാണുന്ന രീതിയും ആ പറഞ്ഞതും അത് അവിശ്വസനീയമായോ അവലംബമാക്കിയോ എടുക്കാൻ പാടില്ല എന്നും ശരയിന് വിരുദ്ധമായിട്ട് അതിനെ തെളിവാക്കാൻ പറ്റുകയില്ല എന്നതിലും ആർക്കും തർക്കമല്ല. നമ്മളെ ഇമാമിയങ്ങളിൽ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച ആർക്കും തർക്കമല്ല. അഭിപ്രായം തന്നെയുണ്ട്. എന്നെ ഒരുത്തൻ കണ്ടാൽ അവൻ സ്വപ്നത്തിൽ കണ്ടാൽ എന്നെ കണ്ടവനായി. അപ്പൊ ചില ഇമാമിയങ്ങൾ ചോദിക്കുക, ഒരുത്തൻ നബി തങ്ങളെ പീടി കാണും മദീനത്തെ മാർക്കറ്റിൽ, അല്ലെങ്കിൽ നമ്മളെ പീടിയിലും കാണാലോ, നമ്മളെ പീടിയിൽ നബിനെ കാണണേ, വേറൊരുത്തൻ പള്ളി കാണണേ, വേറൊരുത്തൻ അപ്പുറത്ത് കാണുന്നേ, അങ്ങനെ പല സ്ഥലത്ത് നബിനെ കണ്ടാൽ ആ നബിനെ കണ്ടതൊക്കെ കണ്ടതപ്പം തന്നെ പരമാർത്ഥാണെങ്കിൽ നബി ആ സമയത്തൊക്കെ അപ്പൊ ആ പണി ചെയ്യണ്ടേ? അവിടങ്ങളിലൊക്കെ നബിയുടെ തിരുതടി വേണ്ടേ? അപ്പൊ അതൊരു പ്രശ്നമല്ലേ, വിഷയല്ലേ? ഇതൊരു തർക്കമായിട്ട് ഉന്നയിക്കുക. അങ്ങനെ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ അതിനെ വ്യാഖ്യാനിച്ചു. ചിലർ പറയുന്നത് നബിയുടെ തനി രൂപത്തിലും സ്വഹാബികൾ കണ്ട രൂപത്തിലും കണ്ടാൽ മാത്രമേ നബി തങ്ങളെ കണ്ടു എന്നതിനെ കൊണ്ട് പറയാൻ പറ്റൂ. അവിടേക്കാണ് ഈ ഹദീസ് എന്ന് ചിലർ. വേറെ ചിലർ പറഞ്ഞു, അല്ല, അറിയപ്പെടാത്ത രൂപത്തിലാണെങ്കിലും ഉള്ള രൂപത്തിൽ കണ്ടാലും നബിയെ കണ്ടു എന്നത് ശരിയാണ്. പക്ഷേ രണ്ടു കൂട്ടരും പറയുന്നത് ഉറപ്പാണ്, ആ സ്വപ്നത്തിൽ കണ്ടതനുസരിച്ചു കൊണ്ട് തെളിവാക്കാൻ പറ്റൂല. കാരണം കണ്ടോന്റെ അബോധ മനസ്സും ബോധ മനസ്സും ഒക്കെ പലതും ആകാം. ഉറങ്ങല്ലത് അമ്പിയാക്കന്മാരല്ലല്ലോ. അമ്പിയാക്കന്മാർക്കാണ് ഈ കണ്ണേ ഉറങ്ങുള്ളൂ, കൽബ് ഉറങ്ങൂല. നമ്മൾ കൽബ് ഉറങ്ങുക. കൽബുറങ്ങുന്ന മനുഷ്യന്മാര് കിനാവ് കാണുമ്പോ ഇവിടെ നോക്കിയിട്ട് നിൽക്കുന്ന കാഴ്ചയിൽ തന്നെ ഓരോരുത്തരും പലതാ കാണുന്നത്. ഓരോ കണ്ട മനുഷ്യന്മാര് വരിക്കും തന്നെ കണ്ടത് എത്രയൊക്കെ വ്യത്യാസമാണ്. എന്ന മനുഷ്യൻ ഉറക്കി കണ്ടിട്ട് പറയുമ്പോൾ പിന്നെ പറയണോ? ഉറങ്ങിക്കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ കണ്ടത് തന്നെ അവന് ഓർമ്മ ഉണ്ടായിക്കൊണ്ടെന്നില്ല, ഓർമ്മയിൽ നിൽക്കുന്നതിന് ശരിയായിക്കൊണ്ടെന്നില്ല. അവന്റെ മനസ്സിന്റെ അബോധ മനസ്സിന്റെ തഖയ്യുലാത്തുകൾ അതിന് ബാധിക്കാവുന്നത് കൊണ്ട് ബുദ്ധില്ല, അത് തെളിവാക്കാൻ പറ്റൂല എന്ന്. പിന്നെ നബിനെ കണ്ടു എന്നറിയുന്നു, നബി ഇങ്ങോട്ട് പോയി എന്നറിയുന്നു. കള്ളത്തമ്മാടിക്കും നബിനെ കാണാമെന്ന് മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുമ്പോ പിന്നെന്തിനാ നമ്മൾ ബേജാറാണ്? അള്ളാഹുവിന്റെ റസൂലിനെ കാണുക എന്ന കാഴ്ച ഫാസിഖിനും ആകാം, സ്വാലിഹീങ്ങൾ മാത്രമല്ല കാണുക.
ഫാസിഖും കാണാം. ആരാ പറയുന്നത്? മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു തന്റെ ഫത്വ 137 പേജിൽ മഹാനുടെ ഫത്വ കാണാം. അപ്പൊ കിന കണ്ടോ എന്നറിയുമ്പോത്തിന് അതൊരു സ്വാലിഹാകണമെന്നില്ല. ഓരോരുത്തരും കണ്ടു ഇവിടെ നിന്ന് താല്പര്യത്തിനനുസരിച്ചൊക്കെ പറയാം ഓരോരുത്തര്. ആ കഥകളിലൊന്നും നമ്മൾ വഞ്ചിതരാകരുത് മുഅ്മിനീങ്ങളെ. അത്തരം കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് ദീനിൽ പിഴവുണ്ടാക്കാൻ നടക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് മനസ്സിലാക്കി പിൻപറ്റാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ വിഷയം തർക്കവും കുതക്കവും നടത്തിയിട്ട് അപ്പുറവും ഇപ്പുറവും ന്യായവാദങ്ങൾ നടത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുമുടി എന്ന് പറയുന്ന ആ മുടിയെ ഉപദ്രവിക്കരുത്. തിരുമുടിക്ക് ശല്യമുണ്ടാകരുത്. തിരുമുടിന്റെ നിഷേധത്തിന് വഴിവെക്കരുത്. തിരുമുടിയുടെ പവിത്രതയെ ഭംഗം വരുത്തരുത്. തിരുനബിയുടെ പവിത്രത തിരുനബി കാലാകാലങ്ങളായി സൂക്ഷിച്ചു വരുന്നവരുടെ വിശ്വാസ്യത തകർക്കരുത്. അവിധം വിദണ്ഡവാദങ്ങളും തോന്യാസങ്ങളും നടത്തിയിട്ട് മന്നാദാശറത്തമ്മിന്നി എന്റെ മുടിക്കൊരു മനുഷ്യൻ ശല്യം വരുത്തിയാൽ ഫഖദ് ആദാനി അവൻ എന്നെയാണ് ശല്യപ്പെടുത്തുന്നതെന്ന് ഓർക്കണം. വമന്നാദാനി എന്നെ വല്ലവനും ശല്യപ്പെടുത്തിയാൽ അവൻ അല്ലാഹുവിനെയാണ് ശല്യപ്പെടുത്തിയത്. അല്ലാഹുവിനെ ഒരു മനുഷ്യൻ എന്റെ മുടിയുടെ കാര്യത്തിൽ ശല്യപ്പെടുത്തിയാൽ അല്ലാഹുവിന്റെ ശാപം അവനുണ്ട്. മിൽഅസ്സമാവാതി ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും നിറയെ അവന് ശാപമാണിരിക്കുന്നത്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സ്വറുഫൻ വലാ അദ്ലാ ഒരു സുന്നത്തും ഫർളും അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്ന ഹദീസിലെ താക്കീതിൽ നമ്മുടെ വിവാദം എത്തരുത്, നമ്മുടെ സംസാരം എത്തരുത്, നമ്മുടെ വാദമുഖങ്ങൾ എത്തരുത്, നമ്മുടെ പഴികൾ എത്തരുത്. വിശ്വാസമുള്ളവൻ എങ്ങനെയാണെങ്കിൽ പ്രവർത്തിച്ചോളൂ. പ്രമാണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമികമായ മനസ്സിലാണ് അല്ലാഹുവേ ഇത് നിന്റെ ദീനാണെന്ന് നിന്റെ ഇമാമുകൾ പഠിപ്പിച്ചതനുസരിച്ചുകൊണ്ട് ദീനിന്റെ നിയമങ്ങളും ദീനിലെ കാര്യങ്ങളും കിതാബിലെ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞതാണ്. റഹ്മാനായ റബ്ബേ ഇതിൽ പിഴവുകളുണ്ടെങ്കിൽ നീ പൊറുക്കണമേ റഹ്മാനെ. അത് തിരുത്താനോ സത്യം മനസ്സിലാക്കാനും ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. പഠനമല്ലേ, അവനവൻ പഠിക്കുന്ന പഠനത്തിൽ തെറ്റുവരാം. ആരെങ്കിലും അങ്ങനെ വല്ല തെറ്റുകളും ഉണർത്തുന്നുണ്ടെങ്കിൽ കിതാബ് കണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഉണർത്തണം. അങ്ങനെ വല്ലവരും ഉണർത്തിയിട്ടെങ്കിലും റഹ്മാനായ നാഥ ഞങ്ങളിൽ തെറ്റുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ അവസരം നൽകണമേ റഹ്മാനെ. തൗഫീക്ക് നൽകണമേ റഹ്മാനെ. ഞങ്ങൾ പറയുന്നത് തെറ്റാകരുതേ റബ്ബേ, ഞങ്ങൾ എഴുതുന്നത് തെറ്റാകരുതേ റബ്ബേ. വല്ല തെറ്റും ഞങ്ങളിൽ നിന്ന് മനുഷ്യൻ എന്ന നിലക്കോ ശ്രദ്ധക്കുറവ് കൊണ്ടോ അലംഭാവം കൊണ്ടോ വന്നുപോയാലും റബ്ബേ അപ്പേരിൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ റബ്ബേ. ഞങ്ങളുടെ പേരിൽ ജനങ്ങളെ വഴിപിഴപ്പിക്കരുതേ റബ്ബേ. ജനങ്ങൾ ഞങ്ങളുടെ തീരുമാനങ്ങൾ കൊണ്ടോ ഫത്വകൾ കൊണ്ടോ പിഴക്കാനിടവരുതേ റബ്ബേ. നിന്റെ ദീനിന്റെ ഹക്കായ കാര്യങ്ങൾ ഹക്കായി മനസ്സിലാക്കാൻ, അതിനെ അനുകരിക്കാൻ, ബാത്തുലായ കാര്യങ്ങൾ ബാത്തുലായി മനസ്സിലാക്കി അതിനെ വർജിക്കാൻ, ബാത്തിലിനെതിരെ ശബ്ദിക്കാൻ, ഹക്കിനെ സമർത്ഥിച്ച് സംസാരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. റാഹത്തും സന്തോഷവും നൽകണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ റബ്ബേ റാഹത്തും സന്തോഷവും നീ ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. റാഹത്തും സന്തോഷവും മരിക്കുന്നത് വരെ നീ ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. ഈ സമുദായത്തിന് നീ ഹിദായത്ത് നൽകണമേ റഹ്മാനെ. തർക്കങ്ങൾ ഉണ്ടാക്കാനായി നടക്കുന്ന ബിദ്അത്തിന്റെ കക്ഷികൾക്കും മറ്റും നീ ഹിദായത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെയും ഹിദായത്ത് കൊണ്ട് അനുഗ്രഹിക്കണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ റബ്ബേ മരിക്കുന്നത് വരെ ആഫിയത്ത് നൽകി നിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി, നിന്റെ ഇൽമിന്റെ സേവനത്തിലായി, നിന്റെ ഇൽമുമായി ബന്ധപ്പെട്ട കടപ്പാടിലായി നീ ഞങ്ങളെ മരിപ്പിക്കണേ റഹ്മാനെ. ഈമാൻ സലാമത്താക്കി മരിപ്പിക്കണേ റഹ്മാനെ. നിന്റെ ഹബീബിന്റെ കൂടെ കൂടാൻ ഞങ്ങളുടെ മശായിഖ്മാർ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ നാദാപുരത്തൂർ, താജുൽ ഉലമാ വണ്ടൂരിലെ മഹാനായ ശൈഖുന ഈ മഹത്തുക്കളായ ഞങ്ങളുടെ മാർഗദർശികളുടെ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കാൻ നീ ഞങ്ങളെ തുണക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പണ്ഡിതന്മാർക്കെല്ലാം നീ അതിന് തൗഫീഖും ആരോഗ്യവും നൽകണമേ റഹ്മാനെ. പലരും രോഗശയ്യയിലാണ്, നീ അവർക്ക് രോഗശമനം നൽകണേ റഹ്മാനെ. അവർക്ക് നീ രോഗത്തിൽ നിന്ന് മോചനം നൽകണേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഇൽമിന്റെ സേവനത്തിന് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും ഞങ്ങളെല്ലാവരും സ്നേഹജനങ്ങളെയും ഇഷ്ടക്കാരെയും കടപ്പെട്ടവരെയും നിന്റെ ഹബീബിന്റെ കൂടെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരന്മാരെ, നിങ്ങളൊക്കെ ഇപ്പൊ ഇതിന്റെ പ്രവർത്തകന്മാരെ എന്തൊക്കെയോ പിരിച്ചപ്പം കൊടുത്തു.
അതിന്റെ പുറമെ വല്ലതുണ്ടെങ്കിൽ ഇനിയും സംസാരമുണ്ട്, സമദ് മൗലവി അവറുകൾ സംസാരിക്കാനുണ്ട്. അപ്പോ അത് കഴിഞ്ഞ് പോകുന്ന സമയത്ത് നിങ്ങൾ ആവുന്ന വിധം സഹായിക്കണം. ഞങ്ങൾ ഇതിനൊക്കെ വാടക കൊടുക്കണമെങ്കിലും ഇതിനൊക്കെ ഇടപാട് നടത്തണമെങ്കിലും ഞങ്ങൾക്ക് പൈസ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആവുന്ന വിധത്തിൽ, ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പൈസ ഉള്ളവരല്ല, അപ്പൊ ആവുന്ന വിധത്തിൽ നിങ്ങൾ എല്ലാവരും സഹായിക്കണമെന്ന് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിനെ വളർത്താൻ എന്താ വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി. പരസ്പര വിദ്വേഷങ്ങളും അസൂയകളും ആരോപണങ്ങളും ഉപേക്ഷിച്ച് അച്ചടക്കത്തോടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ഇനി കൂടുതൽ പറയുന്നത് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അച്ചടക്കത്തോടുകൂടി എല്ലാവരും ഇത് കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി സന്തോഷത്തോടെ പിരിഞ്ഞു പോവുക, സുന്നത്ത് ജമാഅത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വല്ലവരും കൊടുക്കാൻ, ഇതിനെ സഹായിക്കാൻ വല്ലവരും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ അവരുടെ അടുത്ത് വന്ന് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഹലോ. അപ്പോ ഈ മുടിനെ കുറിച്ച് പിന്നെ എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുവരെ നാം ശ്രമിച്ചുകൊണ്ടിരുന്നത് കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്ന മഹാനായ മൗലാന നജീബ് ഉസ്താദ് അവരുടെ പ്രഭാഷണമാണ്. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ താല്പര്യമുള്ളവർക്കും സത്യസന്ധമായ കാര്യങ്ങളെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും തുറന്ന മനസ്സോടെ സമീപിക്കാൻ പറ്റുന്ന ഒരു വിഷയം വളരെ വസ്തുനിഷ്ഠമായി നമുക്ക് മനസ്സിലാക്കി തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദ് അവർകൾക്കും നമ്മുടെ പണ്ഡിതന്മാർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ പരിപാടി നമ്മിലേക്ക് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മസൂദ് ഉസ്താദ്, അതുപോലെ മറ്റു ഉസ്താദുമാർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ ജസ നൽകി ഇരുവീട്ടിലും വിജയികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും സമയം ഈ മഹത്തായ ക്ലാസ്സിൽ സത്യം ഗ്രഹിക്കാൻ വേണ്ടി ഇരുന്ന സഹൃദയരായ ശ്രോതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാവട്ടെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് ഐക്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ തൗഫീഖ് നൽകി നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഈ സമുദായത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടും എല്ലാവർക്കും 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നൊരു കാര്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ ക്ലാസ് റൂമിൽ പ്രത്യേകിച്ച് കൂടുതലായി ലഭിക്കുന്നത് വ്യത്യസ്തങ്ങളായ ദർസുകളാണ്. മറ്റു ക്ലാസ്സുകളിൽ ഒന്നും ലഭിക്കാത്ത രീതിയിൽ ഫത്ഹുൽ മുഈൻ ദർസ്, അതുപോലെ തന്നെ റിയാദുസ് സാലിഹീൻ ദർസ്, അതുപോലെ ഇഹ്യാ ഉലൂമുദ്ദീൻ ദർസ് എന്നീ ദർസുകളും അതുപോലെ വ്യത്യസ്തങ്ങളായ മറ്റ് ക്ലാസ്സുകളും സത്യവിശ്വാസികളെ സൽവഴിയിലൂടെ സഞ്ചരിപ്പിക്കാൻ പര്യാപ്തമായ ദർസുകളും ക്ലാസ്സുകളുമാണുള്ളത്. തസ്കിയത്തിന് വേണ്ടുന്ന ക്ലാസ്സുകളെല്ലാം ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഫിഖ്ഹ് ക്ലാസ് ഇന്നുണ്ടോ എന്ന് ചോദിച്ചു. മസൂദ് ഉസ്താദ് ഉണ്ടെങ്കിൽ അതുണ്ടാവും. ഇനി വരാനുള്ളത് വൈകുന്നേരം 4 മണിക്ക്, KSA ടൈം 4 മണിക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ലഭിക്കുന്നത് ബഹുമാനപ്പെട്ട സുബൈർ ഉസ്താദ്, KC സുബൈർ ഉസ്താദ് അവരുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ ദർസാണ്. അതിനോടനുബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഫത്ഹുൽ മുഈൻ ദർസും ഉണ്ടാകും. അങ്ങനെ വ്യത്യസ്തങ്ങളായ ക്ലാസ്സുകളിൽ നിങ്ങളുടെ സജീവ സാന്നിധ്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അബൂബക്കർ ഉസ്താദ് ഒരു കള്ളനായതുകൊണ്ട് ആളുടെ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് നജീബ് ഉസ്താദ് പറഞ്ഞത്. അസ്സലാമു അലൈക്കും. നമ്മുടെ നജീബ് ഉസ്താദ് വളരെ നല്ല രൂപത്തിലുള്ള ഒരു സംസാരം ആയിരുന്നു. 2 ഗ്രൂപ്പിലേക്കും പോകാതെ മധ്യസ്ഥ നിലയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഉസ്താദ് സംസാരിച്ചത്. ഞാൻ ഈ നജീബ് ഉസ്താദിന്റെ വിഭാഗത്തിൽപ്പെട്ട ആള് അല്ല, എന്നിരുന്നാലും ഞാൻ ബന്ധമുള്ള ഒരുപാട് ആളുകളുണ്ട്.
എന്നാൽ ഉസ്താദിന്റെ സംസാരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നിഷ്പക്ഷമായി കിതാബുകളുടെ ഉദ്ധരണികൾ വിലയിരുത്തിക്കൊണ്ടുള്ള സംസാരമായിരുന്നു. അൽഹംദുലില്ലാ. ഇനി ഈ രണ്ട് ഗ്രൂപ്പിലെ മധ്യസ്ഥം വഹിക്കാനും ഉസ്താദ് തയ്യാറാണെന്നു ഞാൻ ഇതിലൂടെ കേട്ടു. അൽഹംദുലില്ലാ. അതോടുകൂടെ ഈ പ്രശ്നം തീരും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കട്ടുണ്ടോ? അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളും, എ പി ബാത്തിന്റെയും ഇ കെ ബാത്തിന്റെ ആളുകളും ഉസ്താദിന്റെ പ്രഭാഷണം പല ആവർത്തി കേട്ടുകൊണ്ട് വിഷയം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ സുന്നികളെ ഐക്യത്തിലാക്കുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഞാൻ രണ്ട് വിഭാഗത്തിന്റെയും സീഡികൾ കേൾക്കുന്നവരുമാണ്. ഉസ്താദിന്റെ ഈ പ്രസംഗത്തിലൂടെ വളരെ വ്യക്തമായിട്ട് എനിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുന്നികളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഛിദ്രത, ഈ വിഘടിത ശ്രമം, അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഈ ഭിന്നിപ്പ് അവസാനിപ്പിക്കാൻ അള്ളാഹുവിന്റെ കിതാബിലുള്ള ഒരു വചനം ശ്രദ്ധിക്കുക. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അതിലേക്ക് മടങ്ങിപ്പോകണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം സഹായം തേടുക എന്നുള്ള ഇസ്ലാമിന്റെ തത്വം മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് ഭിന്നിക്കാതിരിക്കാം എന്ന് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സഹോദരന്മാരെ, വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾ, 176ഓളം ആളുകൾ എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കിതാബ് എന്നുള്ളതും എങ്ങനെയാണ് കിതാബ് എന്ന് വിഷയങ്ങൾ ഗ്രഹിക്കേണ്ടത് എന്നുള്ളതും എന്താണ് ഈ പ്രശ്നങ്ങളുടെ യാഥാർത്ഥ്യം എന്നുള്ളതും വളരെ മനോഹരമായി എങ്ങോട്ടും ചായാതെ ഹക്കിന്റെ ഭാഗത്ത് അടിയുറച്ചു നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മൾക്ക് പഠിപ്പിച്ചു വന്നു. അള്ളാഹു ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും ദീർഘകാലം ദീനിന് ഖിദ്മത്തെടുക്കാൻ വേണ്ടി തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വിവാദങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഹക്കിന്റെ മാർഗത്തിലേക്ക്, നമ്മുടെ ഈ ഋജുവായ രാജവീതിയിലേക്ക് കടന്നു വന്ന് കേരള സുന്നി ക്ലാസ് റൂമിൽ ഈ 175 ആളുകളും 76 ആളുകളും സ്ഥിരം വരണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, വളരെ നന്നായി. ഞാൻ സ്ഥിരമായി ഒരു ഗ്രൂപ്പിന്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും അതിൽ മാത്രമായി പങ്കെടുക്കുകയും എന്നാൽ സാധാരണ കേരള സുന്നി ക്ലാസ് റൂമിൽ വരികയും അതിലുള്ള ക്ലാസ്സുകൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അതോടെ എങ്കിൽ പോലും കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഞാൻ സ്ഥിരമായി ഒരു ഗ്രൂപ്പിന്റെ ക്ലാസ്സിൽ പോവുകയും അതിന്റെ ക്ലാസ്സുകൾ കേൾക്കുകയും അതില് വളരെ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. അതോടൊപ്പം തന്നെ പലപ്പോഴും കേരള സുന്നി ക്ലാസ് റൂമിൽ വരികയും അതിലെ ദർസുകളിൽ പലപ്പോഴും പങ്കെടുക്കുകയും ചെയ്യുന്ന ആളാണ്. പല ഐഡികളിൽ വരും എന്ന് മാത്രം. എങ്കിലും അൽഹംദുലില്ലാ, വളരെ എന്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങൾക്ക്, എന്റെ മനസ്സിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരുപാട് പരിഹാരം ഉസ്താദിന്റെ ക്ലാസ്സിൽ കൂടി കേൾക്കാൻ കഴിഞ്ഞു. അത് വല്ലാതെ മനസ്സിന് റാഹത്തായി. ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങൾക്കും ഒരുപാട് പരിഹാരം ഇതിൽ കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിനെ പോലുള്ള നമ്മുടെ പണ്ഡിതന്മാർക്ക് ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അതോടൊപ്പം സത്യസരണയിൽ ഉറച്ചു നിൽക്കുവാൻ ഇതുപോലെയുള്ള പണ്ഡിതന്മാർക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് വിചാരിക്കുന്ന. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സൗകര്യം പോലെ ആവാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, സൗണ്ട് കേൾക്കാമോ? ഹലോ,
സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, നമ്മുടെ ക്ലാസ് റൂമിൽ നിരവധി ആളുകൾ ഇന്ന് പങ്കെടുത്തു. ആദ്യമായിട്ട് അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഉസ്താദ് അവറുകളും അതുപോലെ തന്നെ കേരളത്തിലെ സുന്നി സമൂഹത്തിന് ഇന്ന് ഇതര സമൂഹങ്ങൾക്ക് മുമ്പിൽ ഉയർത്തി കാണിക്കുവാനുള്ള ഏക സംഘടനയും അതുപോലെ തന്നെ സത്യം തുറന്നു കാണിക്കുന്ന അഥവാ മതത്തിന്റെയോ അഥവാ രാഷ്ട്രീയത്തിന്റെ എന്തെങ്കിലും തരത്തിലുള്ള വഴിത്തിരിവുകളില്ലാതെ സത്യത്തിന് മുമ്പിൽ ഉറച്ചു നിൽക്കുന്ന, സത്യത്തോട് പ്രതിബദ്ധതയുള്ള കേരളത്തിലെ ഏക സുന്നി പ്രസ്ഥാനം അത് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും അതുപോലെ അത് നടന്നു വരുന്ന സംഘടനയുമാണ് എന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അതിനേക്കാൾ എല്ലാം ഉപരിയായിക്കൊണ്ട് നമുക്കറിയാം, കഴിഞ്ഞ മാസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിവാദത്തിൽ കേരളത്തിലെ സുന്നി സമൂഹം ഉറ്റുനോക്കിയ ഈ വിവാദം അഥവാ നമുക്കറിയാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശവുമായി ബന്ധപ്പെട്ട് നടന്ന ഈ വിവാദത്തിൽ വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് കേരളത്തിലെ സുന്നി സമൂഹവും അതുപോലെ തന്നെ പണ്ഡിത സമൂഹവും എവിടെ നിൽക്കണം, അവരുടെ ധർമ്മം എന്താണ് ഈ വിഷയത്തിൽ എന്ന് വളരെ നിഷ്പക്ഷമായിട്ട് തന്നെ വിലയിരുത്തുകയും അത് കേരള സമൂഹത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ സുന്നികൾക്കിടയിലുണ്ടായ ഈ ഭിന്നിപ്പിൽ നിന്ന് മുതലെടുക്കുന്ന ഇതര ആളുകളെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് നാം എല്ലാവരും തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളായിട്ട് ഒരുമിച്ച് നിൽക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രബോധന നിലക്ക് സംഘടിപ്പിച്ച ഈ കേരളത്തിലെ എല്ലാ ആളുകൾക്കും, വിശിഷ്യ നമുക്കറിയാം കേരളത്തിൽ ഇതര സമൂഹങ്ങൾ പോലും സുന്നി സമൂഹത്തെ വളരെ മോശമായ രീതിയിൽ കാണുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകൾ എത്തിയിട്ടുണ്ട് എന്ന് നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഏതൊരാൾക്കും കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ നോക്കൂ, അവരുടെ എല്ലാം തന്നെ ഇരു വിഭാഗത്തിന്റെയും ഭാഗത്തു നിന്നുണ്ടായ ചർച്ചകൾ നാം വിലയിരുത്തുകയാണെങ്കിൽ വളരെ മോശമായി പണ്ഡിതന്മാർ തമ്മിൽ സംസാരിക്കേണ്ട രീതിയിലല്ല സംസാരം നടക്കുന്നത്. വളരെ ഖേദകരമാണ് സഹോദരന്മാരെ. ഇത്തരത്തിൽ ഉലമാക്കൾ പരസ്പരം കടിച്ചു കീറുന്ന രീതിയിൽ, ഒരു വിഭാഗം മറ്റു വിഭാഗത്തെ നുണയാക്കുന്ന രീതിയിൽ വളരെ മോശമായിട്ട് നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സുന്നി സമൂഹത്തിന് പോലും എന്തുമാത്രം മോശമാണ്. ഇതര സമൂഹത്തിന് മുമ്പിൽ നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് തന്നെ, മുസ്ലിം സമുദായത്തിന് തന്നെ മോശമായ രൂപത്തിൽ ഇതര സമൂഹത്തിന് മുമ്പിൽ നാം ഇത്രമാത്രം മോശമാകുന്ന രീതിയിലേക്ക് തരം താഴ്ന്നു പോകരുത്. അഥവാ ഉലമാക്കൾക്ക് ഒരു ധർമ്മമുണ്ട്, ആ ധർമ്മത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നാം മുന്നോട്ട് പോകണം. നാം എല്ലാവരും തന്നെ സുന്നികളെല്ലാം തന്നെ ഒരുമിച്ച് നിൽക്കണമെന്ന ആ വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഈ പ്രസംഗമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ ഈ ഒരു സംഘടനയ്ക്ക് വേണ്ടി പറയുകയല്ല, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകരുത്. നമ്മൾ സുന്നികളായ ആളുകൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ സമൂഹത്തിന്റെ ഇത്തരത്തിൽ ദുഷിച്ചു നാറുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ കീഴിൽ അണിനിരന്ന് മുന്നോട്ട് പോകുവാൻ തയ്യാറാകുകയും അതുപോലെ തന്നെ നമുക്ക് നല്ല മാർഗനിർദ്ദേശം നൽകുന്ന ആളുകളെ നാം എപ്പോഴും പിന്തുടരുവാൻ തയ്യാറാകുകയും വേണം. അതിനുവേണ്ടി ഞങ്ങൾക്ക് നിങ്ങൾ ഊർജം നൽകണമെന്ന്, ഞങ്ങളെ എല്ലാവരെയും എപ്പോഴും നിങ്ങൾ സഹായിക്കണമെന്നും വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരോടും ദുആ വസിയത്ത് ചെയ്തുകൊണ്ടും നമ്മുടെ ക്ലാസ് റൂമിലേക്ക് സദാസമയവും നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടും, അഥവാ എപ്പോഴും നിങ്ങൾ ഇവിടെ ഉണ്ടാകണം. ഒരു പ്രത്യേക സന്ദർഭത്തിൽ മാത്രം, ഒരു വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ അതെല്ലാം തന്നെ വിലയിരുത്തുവാൻ വേണ്ടി ഞങ്ങളുടെ ക്ലാസ് റൂമുമായി എപ്പോഴും നിങ്ങളെല്ലാവരും തന്നെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്നും വളരെ സ്നേഹത്തിന്റെയും വിനീതമായ ഭാഷയിലും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സംസാരം കൊണ്ട് എനിക്ക് മനസ്സിലായി, സനദ് ചോദിക്കരുത്, സനദ് ചോദിക്കുന്ന വിഡ്ഢിത്തമാണ്. സനദ് ചോദിക്കുന്ന പലതിനും സനദ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ റസൂലിന്റെ ആധാറുകൾക്ക് സനദ് ചോദിക്കരുത് എന്ന് വ്യക്തമാക്കപ്പെട്ടു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും. ഇപ്പൊ പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാണ് മൗലാന നജീബ് ഉസ്താദ് അങ്ങനത്തെ ഒരു വാദമേ പറഞ്ഞിട്ടില്ല. നജീബ് ഉസ്താദ് പറഞ്ഞത്, ഹലോ കേൾക്കുന്നുണ്ടോ? നജീബ് ഉസ്താദ് ആകെ പറഞ്ഞത് എന്താണ്? മർക്കസിലായതുകൊണ്ട് ചോദിക്കാൻ സനത് ചോദിക്കപ്പെടാം, അതുപോലെ കെസറജി എന്ന് പറഞ്ഞ ഒരാൾ കൊടുത്തത് കൊണ്ട് ചോദിക്കപ്പെടാം, മുടിക്കിത്ര നീളമുള്ളത് കൊണ്ട് ചോദിക്കപ്പെടാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പിന്നെ ഇല്ലാത്ത രൂപത്തിൽ നിരന്തരമായി സ്വപ്നം കാണുകയും അള്ളാഹുവിന്റെ മുകളിലാണ് എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന രൂപത്തിലൊക്കെ സ്വപ്നം കാണുകയും